പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം കൂടെ നാം കേൾക്കാൻ പോവുകയാണ്. എല്ലാ അനുഭവങ്ങളും വ്യത്യസ്തമാണ്. ഇന്ന് വളരെ യങ്ങായിട്ടുള്ള ഒരു അനുഗ്രഹീതനാകുന്ന ദൈവദാസനാണ് നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊന്നിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യമോടെ കടന്നു രൂപാന്തകൊണ്ട് അവിടെ നൽകിയ സാവകാശത്തിനായ സ്തോത്രം. അല്പസമയങ്ങൾ ഇന്ന് കർത്താവെ, പ്രിയ ദേവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം അത് വലിയ ആത്മീയ ബലത്തിന് കാരണമായി തീരണം. നിൻ്റെ ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആണിപ്പാടുള്ള കരങ്ങളിൽ അവിടുന്ന് ഉപയോഗിക്കണം. വൻകാര്യങ്ങളെ അവിടുന്ന് ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. എല്ലാ കുറവശങ്ങളെ ക്ഷമിച്ചാട്ട് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ചാട്ടപ്പാ. ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകലമാനും മഹത്വത്തേക്ക് തരുന്നു. യേശു മൂല്യം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു. കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഒരു പ്രാവശ്യം കൂടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോട് കൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ യങ്ങായിട്ടുള്ള ഒരു ദൈവദാസൻ കർത്താവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരുന്ന പുതിയ തലമുറയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാക്ഷ്യം കേൾക്കുവാൻ ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ്. അയർലൻഡിൽ നിന്ന് പ്രിയ കർത്താവിദാസൻ ഷോയിൻ രാജു ബേബിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ആദരവോടുകൂടെ പ്രിയ കർത്താവിദാസൻ ഷോയിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അയർലൻഡിലല്ലേ? അയർലൻഡിൽ, അതെ. എനിക്കൊന്ന് നമ്മുടെ ലിസ സിസ്റ്ററാണ് എനിക്ക് പരിചയപ്പെടുത്തി തരുവാൻ എത്രയെന്ന് എനിക്ക് മെസ്സേജ് ഇട്ട് നല്ലൊരു സാക്ഷ്യമാണ്. ലിസ സിസ്റ്ററോടുമുള്ള നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാട്ടിലെവിടെയാ? നാട്ടിലെ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന് പറയുന്ന പട്ടണത്തിനടുത്ത് മണക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഓ, അത് ശരി. മണക്കാലയൊക്കെ ഞങ്ങൾക്ക് വളരെ അറിയാവുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ കൂടുതലും അടൂരാണ് സ്റ്റേ ചെയ്യുന്നത്. മണക്കാലയ്ക്ക് വളരെ അടുത്ത് തുവിയൂര്. മണക്കാല ബൈബിൾ കോളേജിനോട് വളരെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. അപ്പം തുവിയൂരാണ് ഞാൻ കൂടുതലും നാട്ടിലൊക്കെ പോകുമ്പം സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പരിചിതമാകുന്ന സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ബൈബിൾ കോളേജ് ഉള്ളത് കൊണ്ടല്ലേ എത്രയോ വർഷങ്ങളായിട്ട് ആ ഒരു സ്ഥാപനം മണക്കാലയുടെ പേര് ലോകം മുഴുവൻ എത്തിച്ചു. ബെന്തക്കോസ്ത് ആളുകളുടെ ഇടയിൽ മണക്കാല എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. തന്നെയല്ല, ഈ മണക്കാലയിൽ നിന്ന് പഠിച്ച ഒത്തിരി ആളുകൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ദൈവദാസന്മാര് മണക്കാലയുടെ പ്രോഡക്ട്സ് എന്ന് പറയാം. മണക്കാലയിലെ സ്റ്റുഡൻസ് ഒത്തിരി പേര്. അതുകൊണ്ട് തന്നെ ആ പേരിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെന്തക്കോസ്തൽ ബാക്ക്ഗ്രൗണ്ടിലാണോ ജനിച്ചു വളർന്നത്? ഒരിക്കലും അല്ല. ഞാൻ ജനിച്ചു വളർന്നത് മലങ്കര കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്റെ പപ്പയും മമ്മിയൊക്കെ മലങ്കര കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഓക്കെ. മണക്കാലയിലെ പെന്തക്കോസ്തുകാരുടെ ഇടയിലായിട്ടും മലങ്കര അല്ലേ? മണക്കാല എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു വീട് വാങ്ങി താമസിക്കുന്നതാണ്. എന്റെ പ്രോപ്പർ ടൗൺ അടൂർ ടൗണിനടുത്ത് തന്നെ പന്നിവിഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലം. ശരി. അവിടെ മലങ്കര കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലോ, പരിചയപ്പെടാൻ വേണ്ടി. തീർച്ചയായും. എന്റെ പിതാവ് എനിക്ക് 13 വയസ്സുള്ളപ്പോൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയത്. എനിക്കൊരു അനിയനാണുള്ളത്. അനിയൻ ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. എന്റെ മാതാവ്, ഞങ്ങൾ ഒരുമിച്ച് 1998 എന്റെ പിതാവ് എനിക്ക് 13 വയസ്സുള്ളപ്പോൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. അപ്പൊ അന്ന് തൊട്ട് ഞങ്ങൾ മലങ്കര കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും മമ്മി ഭയങ്കര വിശ്വാസത്തിലായിരുന്നു. ദൈവത്തോടുള്ള വിശ്വാസം വളരെ കൂടുതലായിരുന്നു മമ്മിക്ക്. മമ്മിയുടെ ഒരു വിശ്വാസമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റാരെക്കാളും കൂടുതലായിട്ട് എന്റെ മമ്മിയുടെ ഒരു വിശ്വാസമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ. അപ്പൊ അന്ന് സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കത്തിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിതാവില്ലായിരുന്നത് കൊണ്ട്. എന്റെ പിതാവ് ഗൾഫിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോ അങ്ങനെ ഭയങ്കര സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 13 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ള സമയമാണ്. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, നല്ല നല്ല കൂട്ടുകാരെ കിട്ടണം. ഇതൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളുള്ള സമയമാണ്. പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ഒരിക്കൽ പോലും എന്റെയും എന്റെ അനിയന്റെയും ജീവിതത്തിൽ ഞങ്ങൾക്ക് അതൊന്നും ലഭിക്കുകയുണ്ടായിട്ടില്ല. ആരും ഞങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഞങ്ങളെ കെയർ ചെയ്യുകയുണ്ടായിട്ടില്ല. അങ്ങനെ പോയ സമയത്ത്
മമ്മി ഭയങ്കര വിശ്വാസത്തിലായിരുന്നു. അന്നും ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങൾ 2 മുറിയുള്ള ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ 2 മുറിയുള്ള വീട്ടിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് മമ്മി പ്രാർത്ഥിക്കുന്നത് ഞാൻ എപ്പോഴും കാണുക. പക്ഷെ കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞപ്പോഴേക്കും ആഹ് എനിക്ക് എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ മാറി. ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നില്ല, തഴയപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പൊ പണം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തഴയപ്പെടുന്നത് എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിട്ട് പോയി. അങ്ങനെ അങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്റെ കൂട്ടുകെട്ടുകൾ മാറി. എന്നെ വ്യക്തിപരമായി അറിയാവുന്ന അടൂരുള്ള എന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്കും അതുകൂടാതെ അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതേപോലെ എന്റെ കാലഘട്ടത്തിൽ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ച എന്റെ സഹസുഹൃത്തുക്കൾക്കും ഒക്കെ എന്റെ സ്വഭാവം എന്താണെന്ന് നന്നായിട്ട് അറിയാം. അങ്ങനെ അപ്പനില്ലാതെ വന്നപ്പോഴത്തേക്ക് ഒരു കൺട്രോൾ എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി. എപ്പോഴും ഒരു പിതാവ് കൺട്രോൾ ചെയ്യാനുണ്ടെങ്കിൽ ആ ആൺമക്കൾ വളരെ നല്ല നിലയിലേക്ക് വളർന്നു വരും. പക്ഷെ എന്നെ പിതാവ് കൺട്രോൾ ചെയ്യാൻ ഇല്ലാഞ്ഞത് കൊണ്ട് എനിക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഭാവി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്നോട് ആ പപ്പയ്ക്ക് സമയത്ത് എന്താ പറ്റിയത്? അങ്ങനെ എന്തെങ്കിലും അസുഖമായിരുന്നോ അതോ? അല്ല, ഗൾഫിൽ വെച്ചിട്ട് ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. വർക്ക് സൈറ്റിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി മരണപ്പെടുക ചെയ്തത്. അപ്പം അങ്ങനെ അങ്ങനെ തിരിച്ചറിയാൻ ഒരു കഴിവില്ലാതെ വന്ന സമയത്ത് ഞാൻ തെറ്റായ പല മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കുവാൻ ഇടയായി തീർന്നു. വളരെ മോശപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ സഞ്ചരിക്കാൻ പറ്റുന്ന വഴികളിലൂടെ എല്ലാം ഞാൻ സഞ്ചരിച്ചു. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എന്റെ വീരകഥകൾ പറയാൻ ഞാൻ ഈ സാക്ഷ്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കാമോ ആ വഴിയിലൂടെ ഒക്കെ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ആ ചെറിയ പ്രായത്തിനുള്ളിൽ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. എന്റെ കൂട്ടുകാരൊക്കെ ആ തരത്തിലുള്ള കൂട്ടുകാരായിരുന്നു. സമൂഹത്തിൽ എങ്ങനെയും അംഗീകാരം നേടുക, എങ്ങനെയും പണം സമ്പാദിക്കുക എന്നുള്ളതായി മാത്രം ലക്ഷ്യം. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് എന്റെ മാതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതും. അത് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചൊന്നുമല്ല. കുറച്ച് കാലങ്ങളായി ദൈവവചനം കേൾക്കുകയും പലരും വന്ന് വീട്ടിൽ വന്ന് പല ബന്ധുക്കോസ് പാസ്റ്റർമാരും വന്ന് ആശ്വസിപ്പിക്കുകയും ദൈവവചനം പറയുകയൊക്കെ ചെയ്തതുകൊണ്ട് മമ്മിയുടെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടായി. മമ്മി ഒരു ദിവസം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെടുകയാണ്, സ്നാനപ്പെടാൻ പോവുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, മാനുഷികമായി സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് എന്റെ അമ്മയാണ്. അമ്മയുടെ വിഷമം കണ്ണുനീര് കാണാൻ പറ്റില്ല എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. അമ്മ പറയാണ്, ഞാൻ സ്നാനപ്പെടും, നീ എന്റെ കൂടെ സ്നാനപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെനിക്ക് പറ്റില്ല, മമ്മി സ്നാനപ്പെട്ടോ, ഞാനൊരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളാം, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരാം, പക്ഷെ ഞാനൊരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു. കാര്യം എന്റെ മനസ്സിലെ ചിന്താഗതി, ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാൻ പറ്റില്ല, മദ്യപിക്കാൻ പറ്റില്ല, മറ്റു വഴികളിലൂടൊന്നും എന്റെ സന്തോഷം എനിക്ക് കണ്ടെത്താൻ പറ്റില്ല, അതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള ചിന്താഗതിയിലാണ് മമ്മിയോട് ചേരുന്നത് ഞാൻ വിയോജിച്ചത്. എന്നാൽ എന്റെ മമ്മി ശക്തമായ നിലപാടെടുത്തു. ഞാൻ ആ മമ്മിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്തും ശക്തമായ നിലപാടെടുത്തു. ഞാൻ രക്ഷിക്കപ്പെടും, ഞാൻ സ്നാനപ്പെടും, എന്റെ കുടുംബം ഇങ്ങനെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ സമയത്തൊക്കെ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് സാമ്പത്തികമായി ഒരു ലോണൊക്കെ എടുത്ത് വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. പിടിവള്ളി എന്ന് പറയുന്നത് ഒന്നുമില്ല. അങ്ങനെ മമ്മി തീരുമാനമെടുത്തു. മമ്മിയുടെ മനസ്സ് വിഷമിക്കണ്ടെന്ന് കരുതി ഞാനും പറഞ്ഞു, ശരി, എന്നാ ഞാനും സ്നാനപ്പെടാം, അതല്ലാതെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, ഞാൻ മമ്മിക്ക് വേണ്ടി സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സ്നാനം ഇങ്ങനെ നോക്കി, എവിടെ സ്നാനം ഉണ്ടെന്ന് നോക്കിയ സമയത്ത് അന്ന് കണ്ടത് ഹെവൻലി ഫിസ്റ്റിന്റെ ഒരു സ്നാനം തിരുവല്ലയിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ടെന്നാണ്. അങ്ങനെ ഞാനും മമ്മിയും കൂടെ ബസ് കയറി. ഇന്നേക്ക് എനിക്കൊന്ന് 2006 തോന്നുന്നു, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാനും മമ്മിയും കൂടെ 2006 ഇവിടുന്ന് ബസ് കയറി തിരുവല്ലയിൽ കടന്നു ചെല്ലുകയും അവിടുന്ന് സ്നാനത്തിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി സ്നാനം സത്യമാണെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ വിശ്വസിച്ചാണ് അന്ന് സ്നാനം എടുത്തത്. അന്ന് എന്റെ മനസ്സിൽ ആ സ്നാനത്തിന്റെ ക്ലാസ് കേട്ടോണ്ട് മനസ്സിൽ എന്തോ ഒരു ചെറിയ ഒരു ഉള്ളിൽ ഒരു കത്തൽ എന്റെ മനസ്സിൽ അന്ന് തോന്നി തുടങ്ങി. തിരുവല്ല സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാ ആ സ്നാനം ആ ക്ലാസ് നടന്നു. എന്നിട്ട് അവിടുത്തെ നദിയിലേക്ക് പോയി സ്നാനപ്പെടാൻ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏതാണ്ട് ഒരു 3-4 ബസ് നിറച്ച ആളുകൾ സ്നാനപ്പെടാൻ പോകുന്നുണ്ട്. ഞാനും അവരുടെ കൂടെ, മമ്മിയും അവരുടെ ബസ്സിൽ കയറി സ്നാനപ്പെടുവാൻ വേണ്ടി കടന്നുപോയി. ആ പമ്പാ നദിയിൽ ഇറങ്ങി, പമ്പാ നദിയാണെന്ന് തോന്നുന്നു എനിക്ക്, ആ നദിയിൽ ഇറങ്ങി ഞങ്ങൾ സ്നാനപ്പെട്ട് തിരിച്ചു കയറി ഞാൻ വീണ്ടും എന്റെ വഴിക്ക് പോയി. മമ്മി പ്രാർത്ഥനയൊക്കെ ആയിട്ട് കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നിട്ടും എന്റെ സ്വഭാവത്തിലൊന്നും വ്യക്തമായ മാറ്റമൊന്നും വന്നിരുന്നില്ല. ഞാൻ എന്റെ പഴയ സ്വഭാവത്തിൽ തന്നെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നാട്ടിലൊരു സഭയുമായിട്ട്, സുവാർത്ത എന്ന് പറയുന്ന ഒരു സഭയുമായിട്ട് ചേർന്ന്, അവിടെ ഒരു പാസ്റ്റർ ഉമ്മച്ചനുണ്ട്, ആ സുവാർത്ത സഭയുടെ, അടൂർ സഭയുടെ സ്ഥാപകനായ പാസ്റ്റർ ഉമ്മച്ചൻ, ആ പാസ്റ്ററുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടെ കൂട്ടായ്മ ആചരിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും പാസ്റ്റർ മെസ്സേജുകളൊക്കെ എന്റെ ഹൃദയത്തിൽ പൊള്ളുമെങ്കിലും
ഈ ദൈവത്തോട് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്റെ ലൗകിക ജീവിതം ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ള ചിന്ത എന്നെ പുറമോട്ട് വലിച്ചത് കൊണ്ട് പലപ്പോഴും അതിനോടൊന്നും ചേരുവാൻ എനിക്ക് തോന്നിയില്ല. പ്രാർത്ഥനയ്ക്ക് പോകും, മെസ്സേജ് കേൾക്കും, തിരിച്ചു വരും, പിന്നെ എന്റെ പരിപാടിയിലേക്ക് പോകും. അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് അതിന് പറ്റിയ ഒരു ഇൻഡസ്ട്രിയിലുമാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്റെ മേലുള്ള പിടി എനിക്ക് വിട്ടു കഴിഞ്ഞിരുന്നു. ഞാൻ ലോകപരമായ സകല മോഹങ്ങളിലും നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എന്നെ കൊണ്ട് വളരെ സഹിക്കാൻ വയ്യാതെ വന്നപ്പോ എന്റെ മാതാവ് പറഞ്ഞു, ഇവനെ എങ്ങനെങ്കിലും എങ്ങോട്ടെങ്കിലും കയറ്റി വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ ഒരു ഫ്രീ വിസ എടുത്ത് സൗദി അറേബ്യക്ക് കയറ്റിവിടാനുള്ള അണിയറ നീക്കങ്ങൾ നടന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു അതിന് സാധ്യത വളരെ കുറവാണ്, കാര്യം അവിടെ പോയാൽ ജോലിയൊന്നും കിട്ടത്തില്ല, നാട്ടിലാണെങ്കിൽ സമാധാനത്തോടെ പോകാമല്ലോ. അപ്പൊ അമ്മയെ പറഞ്ഞു പറ്റില്ല, നീ പോയേ പറ്റൂ. ഞാൻ പറഞ്ഞു എന്റെ ഫാദർ അവിടെ കിടന്നല്ലേ മരിച്ചത്, എന്റെ പിതാവ് അവിടെ കിടന്ന് മരിച്ചല്ലേ, ആ സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും പോയാൽ ഞാൻ മരിച്ചേ തിരിച്ചു വരുമെന്ന് എന്റെ മാതാവിനോട് പറഞ്ഞു. മാതാവ് പറഞ്ഞു കുഴപ്പമില്ല, നീ മരിച്ച് തിരിച്ചു വന്നാലേ എനിക്ക് കുഴപ്പമില്ല, നീ കയറി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫ്രീ വിസ എന്റെ പാസ്റ്റർ, ഉമ്മച്ചൻ പാസ്റ്ററുമായിട്ട് സംസാരിച്ച് ഒരു ഫ്രീ വിസ അദ്ദേഹം തരപ്പെടുത്തി എന്നെ സൗദി അറേബ്യയിലേക്ക് കയറ്റിവിട്ടു. അപ്പൊ അന്നത്തെ കാലത്ത് 2010 ഞാൻ സൗദി അറേബ്യയിൽ, 2011 ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നു പോകുന്നത്. അന്നത്തെ കാലത്ത് സൗദി അറേബ്യയിലേക്ക് ഫ്രീ വിസയിൽ പോകാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്വഭാവം ശരിയല്ലെങ്കിൽ അറബി പോലീസിന്റെ കയ്യിൽ വിടും, അതല്ലെങ്കിൽ മര്യാദരാമനായിട്ട് അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കും. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പം എനിക്ക് സൗദി അറേബ്യയെ കുറിച്ച് കേട്ടുള്ള അറിവുകൾ ഉള്ളത് കൊണ്ട് ഞാൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല. പക്ഷെ എന്റെ മാതാവ് ശക്തമായി നിന്നു ആ മേഖലയിൽ. അങ്ങനെ ഞാൻ 2011 സൗദി അറേബ്യയിലേക്ക് കയറി പോകാനിടയായി. അപ്പൊ എന്റെ മനസ്സിലെ പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം 6 മാസം നിൽക്കുക, ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു മടങ്ങി വരിക എന്നതായിരുന്നു എന്റെ മനസ്സിലെ ചിന്താഗതി. പക്ഷേ ദൈവത്തിന്റെ നിയോഗപ്രകാരമാണ് ഞാൻ പോയതെന്ന് അന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ അവിടെ കടന്നു ചെന്നു റിയാദിൽ കടന്നു ചെന്നിട്ട് അവിടെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി നേരെ ദമാമിൽ, എന്റെ ഒരു കസിൻ ബ്രദർ താമസിക്കുന്നുണ്ട്, അവിടേക്ക് കടന്നുപോയി, ദമാമിലേക്ക് കടന്നുപോയി. ദമാമിൽ ചെന്നപ്പോൾ എന്റെ കസിൻ ബ്രദർ എനിക്കൊരു റൂം എടുത്തു തന്നു. ഞാൻ അവിടെ നിൽക്കാൻ തുടങ്ങി. ഞാൻ റിയാദിൽ കടന്നു ചെന്നപ്പോൾ എന്റെ പാസ്റ്ററെ, എന്റെ മനസ്സിൽ ഭയങ്കര വിഷമം. ഞാൻ മമ്മിയെ വിളിച്ചു പറഞ്ഞു ഞാൻ തിരിച്ചു വരിക, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു വരിക. മമ്മി എന്നോട് പറഞ്ഞു തിരിച്ചു വന്നാൽ മലയാള ഭാഷയിൽ ഞാൻ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും, നീ അവിടെ തന്നെ നിന്നോളം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മമ്മിയോട് എനിക്ക് പേടിയും ഭയവും, ഇപ്പോഴും എനിക്ക് ഭയമാണ്, സ്നേഹവും ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചു നാൾ അവിടെ പിടിച്ചു നിന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ദൈവമേ എന്തിനാ ഞാൻ ഇവിടെ വന്നു. അന്നേരം തൊട്ട് എന്റെ മനസ്സിൽ ദൈവമേ എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അവിടെ ചെന്ന് നിന്ന സമയം, അവിടെ കാല് കുത്തിയ സമയം തൊട്ട് ദൈവം എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വരാൻ തുടങ്ങി. അങ്ങനെ ചിന്ത വരാൻ തുടങ്ങിയപ്പോ എനിക്കൊരു ഒരു വേദപുസ്തകം തന്നു. അവിടെ എന്നെ കൊണ്ടുപോയ ഫ്രീ വിസയിൽ എന്നെ കൊണ്ടുപോയ ആളൊരു വേദപുസ്തകം തന്നു. അപ്പൊ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടിങ്ങിലാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത്. എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അപ്പോ ഞാൻ എങ്ങനെ ആ ജോലി വിടണമെന്നാ എന്റെ മനസ്സിലെ ആഗ്രഹം, എന്നാലല്ല നാട്ടിൽ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ജോലി ഉപേക്ഷിക്കണം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്നെ കൊണ്ടുപോയ ആൾ എനിക്കൊരു ബൈബിള് തന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ അന്നേരം ദൈവമേ എന്നുള്ളൊരു ചിന്ത വന്നപ്പം എന്റെ ഓർമ്മയിൽ കിടന്ന ഒരു കാര്യമുണ്ട് പാസ്റ്ററെ. എന്റെ അമ്മ എന്തെങ്കിലും മനസ്സിൽ ആകുലത വരുമ്പോ, വിഷമം വരുമ്പോ, മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പം വേദപുസ്തകം എടുത്തിട്ട് തുറക്കും, കണ്ണടച്ചിട്ട് തുറന്നിട്ട് ലഭിക്കുന്ന വചനം മമ്മിയുടെ ജീവിതത്തിൽ ഭയങ്കര ആശ്വാസവും മുമ്പോട്ട് പോകുന്ന വഴിയാണ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന. അപ്പൊ എന്റെ മനസ്സിൽ വലിയൊരു ബുദ്ധിമുട്ടിന്റെ സമയം വന്ന സമയത്ത് ഞാൻ അതുവരെ ബൈബിള് തുറന്ന് വലുതായിട്ട് വായിക്കാത്ത ഞാൻ അന്ന് ആദ്യമായിട്ട് ബൈബിള് തുറന്ന് വായിച്ചു. ദൈവമേ, എന്റെ അമ്മയോട് സംസാരിച്ചത് സത്യമെങ്കിൽ എന്നോടും സംസാരിക്കുന്നത് സത്യമായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേദപുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങി. വേദപുസ്തകം തുറന്ന് വായിച്ചപ്പോൾ എന്റെ പ്രിയ പാസ്റ്റർ, എനിക്ക് കിട്ടിയ ഭാഗം യെശയ്യാ പ്രവചനം 45-ാം അധ്യായം വരുന്ന പേജാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോ ഞാൻ അവിടെ വായിച്ച ഭാഗം, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകളെ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അറിയാതെ ഇരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ചുകളെയും ചെയ്യുന്ന ഭാഗമാണ് എനിക്ക് കിട്ടുന്നത്. ഇത് എന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിൽ കൂടുതലായി എന്നെ സ്ട്രൈക്ക് ചെയ്ത വാക്യം എന്ന് പറയുന്നത് അതിന്റെ 4-ാമത്തെ വാക്യമാണ്. 45-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവമാകുന്നു. എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സങ്കടം വരാം. ദൈവമേ, ഞാൻ അറിയാതെ എന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെ. അതുവരെ വേദപുസ്തകം എന്റെ 26-ാമത്തെ വയസ്സിലാണ് ഞാൻ ഗൾഫിലേക്ക് കടന്നു പോകുന്നത്. അതുവരെ
ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ തോന്നാത്ത ഒരു സംസാരം, എന്നോട് സംസാരിക്കുന്നു എന്നുള്ളൊരു സംസാരം എനിക്ക് അവിടെ തോന്നാൻ തുടങ്ങി. എന്നോട് ആരോ സംസാരിക്കുന്നത് പോലെ. അപ്പൊ എന്നോട് പറയുകയാണ്, നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ച ദൈവമാകും. എനിക്ക് ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ആ ഭാഗം. ഞാൻ ആ വാക്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കാൻ തുടങ്ങി. അപ്പൊ താമ്രവാദികളെ തകർക്കുന്നത്, മറവിടങ്ങളിലെ ഗുപ്ത നിക്ഷേപം, ഇതൊക്കെയാ ദൈവം എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഇത് വിശ്വസിക്കുക. നീ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മറവിടങ്ങളിലെ ഗുപ്തനിധിയും ഇരുട്ടിലെ നിക്ഷേപങ്ങളെയൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. ഞാൻ അങ്ങനെ വിശ്വസിച്ച് നിന്റെ വഴിയിലൂടെ പോവുക. നീ എന്നോട് കൂടെ ഇരിക്കണം. അല്ല, യാക്കോബ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, നീ എന്നോട് കൂടെ ഇരുന്ന് ഇതൊക്കെ എനിക്ക് തരാമെങ്കിൽ, നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തമൊക്കെ എനിക്ക് തരാമെങ്കിൽ, നീ എന്റെ ദൈവവും ഞാൻ നിന്റെ മകനുമായിരിക്കുമെന്ന്. അന്ന് യാക്കോബ് പറഞ്ഞ വാഗ്ദത്തമൊന്നും എന്റെ മനസ്സിൽ ഓർമ്മയില്ല. ഞാനങ്ങ് ഉറപ്പായിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പാസ്റ്ററെ, അതിനകത്തിൽ വേറൊരു മർമ്മം കൂടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ കാണാതെ കിടന്ന ഒരു വാക്യം ഞാൻ തുറന്ന പേജിലുണ്ട് പാസ്റ്ററെ. എന്നെ ഇപ്പോഴും കണ്ണുനീരണിയിക്കുന്ന ഒരു ഭാഗം അത്. അതിന്റെ 44-ാമത്തെ അധ്യായം, അതിന്റെ 28-ാമത്തെ വാക്യം അന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെ, കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടുമെന്നും എന്റെ മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. ഈ വാക്യം എന്റെ കണ്ണിൽ ഉടക്കിയില്ല. അതാ എന്നോട് സംസാരിച്ച യഥാർത്ഥ വാക്യം. പക്ഷെ എന്റെ മനസ്സിൽ ഉടക്കിയത് മൊത്തവും മറവിടങ്ങളിലെ ഗുപ്തനിധിയും ഇരുട്ടിലെ നിക്ഷേപങ്ങളും ഒക്കെ എന്റെ കണ്ണിലുടക്കിയത് മൊത്തം മറ്റേ വാക്യമായിരുന്നു ദൈവത്തിന് എന്നെ കുറിച്ചുണ്ടായിരുന്ന പദ്ധതി. അത് ഞാൻ ഈ മനസ്സിലാക്കുന്നത്, ഞാനിവിടെ കടന്നു വന്ന് ചർച്ച തുടങ്ങി ഒരു 4 ആഴ്ച കഴിഞ്ഞപ്പോ ഒരു മെസ്സേജിന് വേണ്ടി വാക്യം എടുത്തപ്പോ ദൈവാത്മാവിനോട് ശക്തമായി ഇടപെട്ടു. നീ ഓർക്കുന്നുണ്ടോ അന്ന് നീ എന്നോട് വാഗ്ദത്തം പറഞ്ഞ് എന്നോട് തുറന്ന വേദപുസ്തക ഭാഗം ഓർക്കുന്നുണ്ടോ? ആ വേദപുസ്തക ഭാഗം ഇന്ന് നിവർത്തിയായിരിക്കുന്നതിനോട് ശക്തമായി പറഞ്ഞു. അതായത് ഇന്നേക്ക് ഏതാണ്ട് 14 വർഷം മുമ്പ് ദൈവം തന്റെ പുസ്തകത്തിൽ എന്നെ കുറിച്ചുള്ള പദ്ധതി എഴുതിപ്പെട്ടി വെച്ചിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് എനിക്ക് അറിയാൻ പറ്റും, ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാ ഞാൻ ഇവിടെ കടന്നു വന്നത്. ഞാൻ ഈ പറയുന്നത് പാസ്റ്ററെ എന്റെ സാക്ഷ്യമല്ല. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗം മാത്രമാ. യഥാർത്ഥത്തിൽ ഞങ്ങൾ കൂടി വരുന്ന കോൺഗ്രിഗേഷന്റെ തുലി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ആ കൂട്ടായ്മയുടെ സാക്ഷ്യമാണ് യഥാർത്ഥ സാക്ഷ്യം. അതിൽ ഞാൻ മാത്രം ഉൾപ്പെട്ടതല്ല, ഞാനൊരു ഭാഗം മാത്രമാ. എന്റെ കൂടെ കൂടി വന്നിരിക്കുന്ന 3-4 പേരുടെ സാക്ഷ്യമാ. ഇനി കൂടി വരാനിരിക്കുന്നവരുടെ സാക്ഷ്യം കൂടിയാണ്. അങ്ങനെ സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഈ വാക്യം എനിക്ക് കിട്ടി. ഞാൻ അവിടുന്ന് ചാടി ദമാമിൽ പോയി. ദമാമിൽ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളി എനിക്കൊരു വീട് എടുത്തു തന്നു. ആ വീട്ടിൽ ഞാൻ വീടെന്ന് പറഞ്ഞ ഒരു റൂം എടുത്തു തന്നു, ഒരു ബാച്ചിലർ അക്കോമഡേഷൻ റൂം എടുത്തു തന്നു. അവിടെ ഞാൻ താമസിക്കാൻ തുടങ്ങി. അവിടെ വെച്ചിട്ട് നാട്ടിൽ നിന്ന് പോയപ്പം നാട്ടിലെ എൻ്റെ ഉമ്മച്ചൻ പാസ്റ്റർ, നാട്ടിൽ അലക്സച്ചാൻ എന്ന് പറഞ്ഞിട്ട് സുവാർത്ത ചർച്ചിന്റെ സ്ഥാപകരിൽ ഒരാളായ അലക്സച്ചാൻ ഉണ്ട്. അലക്സച്ചാൻ അലക്സച്ചാനെ വിളിച്ചു പറഞ്ഞു, നാട്ടിൽ നിന്ന് ഇതുപോലെ ഒരു മുതലിനെ കയറ്റി വിട്ടിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണം എന്ന് പുള്ളി വിളിച്ചു പറഞ്ഞു. അപ്പം അലക്സച്ചാൻ എന്റെ നാട്ടുകാരൻ തന്നെയാ, നെല്ലിമുട്ടിപ്പടി അടൂർ തന്നെ സ്വദേശി തന്നെയാ. അലക്സച്ചാൻ എപ്പോഴും എന്നെ വിളിക്കും, ഞാൻ വരാമെന്ന് പറയും. പലപ്പോഴും ഒഴിഞ്ഞു മാറിപ്പോവും അലക്സച്ചാനെ കാണാൻ. എനിക്കറിയാം, കണ്ടു കഴിഞ്ഞാൽ പിടി വീഴുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ കസിൻ ബ്രദറിന്റെ വീട്ടിലിരുന്നപ്പോ ഒരു തിങ്കളാഴ്ച ദിവസം എനിക്കൊരു കോള് വന്നു, അലക്സച്ചാന്റെ. ഷോയിനെ എവിടെയാ ഉള്ളത്? ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ഞാൻ റൂമിലില്ല, ഞാൻ എന്റെ കസിൻ ബ്രദറിന്റെ വീട്ടിലൊരു പ്രോഗ്രാമിലാണ്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അതിന്റെ തൊട്ട് താഴെ നിൽപ്പുണ്ട്, കസിൻ ബ്രദറിന്റെ വീടിന്റെ താഴെയുണ്ട്, പെട്ടെന്ന് താഴോട്ടോ, എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. ഞാൻ നേരെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പം നല്ല നരച്ച മുടിയൊക്കെയുള്ള പ്രായമുള്ള അച്ഛൻ അലക്സച്ചാൻ എന്നെ കണ്ടിട്ട് അച്ഛൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-68 വയസ്സുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് എന്നെ കാണുമ്പോഴും അദ്ദേഹം നല്ല നരച്ച് നല്ല ഐശ്വര്യമുള്ള മുഖമുള്ള ഒരു വ്യക്തിത്വം. ഞാൻ നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഒരു ദൈവദൂതനെ പോലെ എനിക്ക് തോന്നി അന്ന്. എന്നെ കണ്ട മാത്രയിൽ അദ്ദേഹം ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ ചേർത്ത് നിർത്തി അങ്ങ് കെട്ടിപ്പിടിച്ചു പാസ്റ്ററെ. അന്നേരം ഉണ്ടല്ലോ, ആ സെക്കൻഡിൽ എന്റെ മനസ്സിൽ അന്നേരം വരെ കിട്ടാത്ത എന്തോ ഒരു സംഭവം എന്റെ ശരീരത്തിലോ എന്റെ മനസ്സിലോ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരു വ്യത്യാസം എന്റെ മനസ്സിൽ, ഒരു സ്നേഹം. എന്റെ കരയും, ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോകുന്ന എന്റെ മനസ്സിൽ എനിക്ക് തോന്നി പലവട്ടം. ഞാൻ പെട്ടെന്ന് എന്റെ കണ്ണുകളെ അടക്കിയിട്ട് ഞാൻ അച്ഛനോട് കൈ കൊടുത്തിട്ട് ഞാൻ മാറി. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഷോയിനെ അടുത്ത തിങ്കളാഴ്ച മുതൽ എന്റെ കൂടെ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരണം, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞു.
ഞാൻ ഓക്കെ അച്ഛാ, ഞാൻ സംസാരം ഒരുവിധ എനിക്ക് ഇപ്പൊ അലക്സ് അച്ഛൻ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ അലക്സ് അച്ഛൻ ഒരു പക്ഷെ ഓർമ്മ വരുമായിരിക്കും. എന്റെ ശബ്ദമൊക്കെ ഇടറിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു കയറി പോകുന്നത്. അന്ന് വരെ എനിക്ക് ലഭിക്കാത്ത ഒരു ആത്മസാന്നിധ്യം ആ മനുഷ്യന്റെ ഹഗ്ഗിൽ എനിക്ക് കിട്ടി കേട്ടോ. അന്ന് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സുവിശേഷം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് നമ്മൾ 1-2 മണിക്കൂർ ഇരുന്ന് ഒരാളെ വേദപുസ്തകം വെച്ച് പറഞ്ഞ് സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുന്നതല്ല. നല്ല ഒരു ചേർത്ത് പിടിക്കലുണ്ടെങ്കിലുണ്ടല്ലോ, നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ തന്റെ സമാധാനം മറ്റുള്ളവരിലേക്ക് ഇറങ്ങും എന്ന് എനിക്ക് അന്ന് മനസ്സിലായി കേട്ടോ. അന്ന് വരെ ഇല്ലാത്ത ഒരു സമാധാനം എന്റെ മനസ്സിൽ കടന്നു വരാൻ തുടങ്ങി. അന്ന് തൊട്ട് എന്റെ മനസ്സിൽ തോന്നി ഈ മനുഷ്യനോട് കൂടുതൽ അടുക്കണം, ഈ മനുഷ്യനോട് ചേർന്ന് നിൽക്കണം. എന്റെ പിതാവിന്റെ മുഖം ഞാൻ അധികം കണ്ടിട്ടില്ല. എനിക്ക് ഏതാണ്ട് ചെറിയ പ്രായത്തിലുള്ളപ്പോൾ പിതാവ് ഗൾഫിലേക്ക് കടന്നു പോയതാണ്. ഈ മനുഷ്യനോട് ചേർന്ന് നിൽക്കണമെന്ന് എന്റെ മനസ്സിൽ ശക്തമായി പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂട്ടായ്മകൾക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കൂട്ടായ്മകൾക്ക് പോയ സമയത്ത് ആദ്യമായി എനിക്ക് അദ്ദേഹം തന്നൊരു ബൈബിളാ ഇപ്പോഴും എന്റെ കയ്യിലിരിക്കുന്ന ഈ കറുത്ത വേദപുസ്തകം. ഇതിന്റെ പുറംചട്ടയൊക്കെ പോയി എങ്കിലും ഇതിനെ കവറിട്ട് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവന്ന, അനുഗ്രഹം കൊണ്ടുവന്ന, ദൈവം തന്ന സമ്മാനമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം എനിക്ക് ഈ വേദപുസ്തകം തന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കൂട്ടായ്മയ്ക്ക് പോയി തുടങ്ങി. അങ്ങനെ കൂട്ടായ്മയ്ക്ക് പൊക്കോണ്ടിരുന്ന സമയത്തും അങ്ങനെ ദൈവമായിട്ട് അടുപ്പമൊന്നും വന്നില്ല. ജോലിയൊന്നും കിട്ടുന്നില്ല. അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നാട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം അങ്ങ് മാറി. അവിടെ തന്നെ കൂട്ടായ്മയായിട്ടൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹം തുടങ്ങി. എന്നാൽ നല്ലൊരു ജോലി കിട്ടുന്നില്ല. വീണ്ടും ഭയങ്കര വിഷമത്തിലിരിക്കുക. അന്നും വേദപുസ്തകം ഞാൻ വായിച്ചു തുടങ്ങിയിട്ടില്ല ക്രമമായിട്ട്. അങ്ങനെ നല്ല ഒരു വിഷമത്തിന്റെ ഘട്ടത്തിലൂടെ ഇരിക്കുമ്പോൾ ഞാൻ ആ ബാച്ചിലർ അക്കോമഡേഷൻ റൂമിൽ ഒരു ദിവസം ഇരിക്കുമ്പോൾ രാത്രിയിൽ വൈകുന്നേരം 4 മണിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. 3 മണി ഉച്ച കഴിഞ്ഞ സമയത്ത്. ജോലിക്കൊന്നും കിട്ടുന്നില്ല, ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, റൂമിൽ തന്നെ അടച്ചുമുട്ടിയിരിപ്പാണ്. അങ്ങനെ ദൈവത്തോടൊക്കെ സംസാരിക്കും, ദൈവമേ എന്താ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ സംസാരിച്ചു തുടങ്ങും. ഒരു ദിവസം ശക്തമായ ആത്മസാന്നിധ്യം എന്റെ അടുത്തുണ്ടായി. ഈ പുസ്തകം കൊണ്ടുവന്ന് ഞാൻ അവിടെ ഒരു ടേബിളിൽ വെച്ചിരിക്കാം. എപ്പോഴും ഞാൻ നോക്കും ആ ടേബിളിൽ ഇരിക്കുന്നത്. കാണും, ഞാൻ കിടന്നുറങ്ങും, വീണ്ടും കാണും, കിടന്നുറങ്ങും. ഒരു ദിവസം വൈകുന്നേരം എന്റെ മനസ്സിൽ ശക്തമായ ഒരു ആത്മസാന്നിധ്യമാണെന്നൊക്കെ പിന്നെ എനിക്ക് അറിയുന്നത് കേട്ടോ. ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടായി. ഈ പുസ്തകം എടുത്ത് വായിക്കണം, ഈ പുസ്തകം എടുത്ത് വായിക്കണം എന്നൊരു ശക്തമായ സാന്നിധ്യം ഉണ്ടായി. ഞാൻ അന്ന് 4 മണിയായപ്പം ഈ പുസ്തകം എടുത്ത് തുറന്നപ്പോ എന്നോട് പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം തൊട്ട് നീ വായിച്ചു തുടങ്ങാൻ. എന്നോട് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി. അങ്ങനെ മത്തായി എഴുതിയ സുവിശേഷം തൊട്ട് ഞാൻ വായിച്ചു തുടങ്ങി പാസ്റ്ററെ. വായിച്ചു തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്റെ പിതാവ് ഗൾഫിൽ വെച്ച് മരിച്ച് 2.5 മാസം കഴിഞ്ഞിട്ടാ എന്റെ ബോഡി കൊണ്ടുവരുന്നത്. ആ 2.5 മാസം കഴിഞ്ഞ് എന്റെ പിതാവിന്റെ ചുക്കിച്ചുളിഞ്ഞ ബോഡി കണ്ടിട്ട് പോലും എന്റെ കണ്ണിൽ നിന്ന് അന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടായിരുന്നില്ല. എന്നാ ഞാൻ വേദപുസ്തകം വായിച്ചു തുടങ്ങിയ ആ സമയം മുതല് രാത്രി 1 മണി വരെയോ 2 മണി വരെയോ ഞാൻ നിർത്താതെ കരഞ്ഞു. എന്റെ കണ്ണുകൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമേ എന്നോട് ഭയങ്കരമായിട്ടൊരു ദൈവ സാന്നിധ്യം എന്റെ ഹൃദയത്തിൽ ഇടപെടാൻ തുടങ്ങി. ഇപ്പോഴും ദൈവ സാന്നിധ്യം എന്റെ ഹൃദയത്തിൽ ഇടപെട്ട് തുടങ്ങുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങും. ഞാൻ പറയും, ദൈവമേ എത്രയോ നന്നായി നീ എന്നെ സ്നേഹിക്കുന്നു, ഞാനത് അറിഞ്ഞില്ലല്ലോ, ഞാൻ അറിയാത്ത കാലത്ത് നീ എന്നെ സ്നേഹിച്ചിരുന്നല്ലോ, ഇനി മുതൽ നീ എന്റെ ദൈവം, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്ന് അന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുത്തു. ശക്തമായ ദൈവ സാന്നിധ്യം കർത്താവ് എന്റെ അടുത്ത് ഇറങ്ങി വന്ന് ഒരപ്പനെ പോലെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്നത് ഞാൻ എന്റെ ഹൃദയത്തിൽ ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. ഞാൻ മാത്രമേ ആ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തൊട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്നോട് കൂടെ ഇരിക്കണം, എനിക്ക് ഇവിടെ നിൽക്കണം, പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണം, ദൈവീകമായിട്ട് വളർന്നു വരണം എന്നൊരാഗ്രഹമുണ്ടെന്ന് കർത്താവിനോട് അറിയിച്ചു. അന്ന് മുതൽ, ഞാൻ കൂടുതൽ ദീർപ്പിക്കുന്നില്ല, അന്ന് മുതൽ എന്റെ ഓരോ സാഹചര്യങ്ങളിലും ജോലി ആവശ്യമുള്ളപ്പോ ജോലി മാറേണ്ടപ്പം ജോലി മാറ്റം, വിവാഹം കഴിക്കേണ്ടപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടിനെ, ഇതൊക്കെ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. വലിയ ഒരു ദൈവ സാന്നിധ്യം അന്ന് മുതൽ അനുഭവിക്കാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അലക്സ് അച്ചാനാണ് എന്നെ ശുശ്രൂഷയിലേക്ക് ഇറക്കുന്നത് അവിടെ നിന്ന്. അങ്ങനെ അലക്സ് അച്ചാന്റെ കൂടെ ശുശ്രൂഷിച്ച് 2017 വരെ സൗദി അറേബ്യയിൽ ഞങ്ങൾ ഒരു മൺഡേ പ്രയറും തേഴ്സ്ഡേ പ്രയറും ഫ്രൈഡേ പ്രയറുമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് വിവാഹം കഴിക്കാൻ ഒരു ആലോചനകളൊക്കെ വരുന്നത്. അങ്ങനെ ഒരുപാട് വിവാഹാലോചനകളൊക്കെ നടന്നെങ്കിലും സൗദി അറേബ്യയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഏതാണ്ട് എനിക്ക് തോന്നുന്ന 1000 ഒരു ദൈവനിയോഗം പോലെ തന്നെ, അതും അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ, ദൈവം ഒരു വഴി ഒരുക്കി തന്ന് ദൈവനിയോഗം പോലെ ഞങ്ങൾ 1600 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയി. പെൺകുട്ടിയെ കണ്ടു, ദൈവം കൂട്ടിത്തന്നു. അവളെ തന്നതുകൊണ്ടാണ് ഒരു പക്ഷെ എനിക്ക് ഇത്രയും ശുശ്രൂഷയിൽ ഇത്രയും വളരാൻ പറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2017
സൗദി അറേബ്യയിൽ നിന്ന് ഞങ്ങൾ ജോലി നഷ്ടപ്പെട്ട് ഒരുമിച്ച്, അവൾ മിനിസ്ട്രിയിൽ നേഴ്സായിരുന്നു, ഞാൻ റാഷിദ് അൽ റാഷിദ് എന്ന് പറയുന്ന കമ്പനിയിലും അൽഫോസാൻ എന്ന് പറയുന്ന 2 കമ്പനിയിലും സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്തവർക്കൊക്കെ എന്നെ വ്യക്തിപരമായി നന്നായി അറിയാം. അവിടെ നിന്ന് 2017 ആദ്യം നാട്ടിലേക്ക് തിരിച്ചു പോരുകയും നാട്ടില് ജോലി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. നാട്ടിലേക്ക് തിരിച്ചു പോരുമ്പം എനിക്ക് ഏതാണ്ട് ഒരു 10-40,000 രൂപയുടെ അടുപ്പിച്ച് EMI ഞാൻ അടയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ മണക്കാലെ വാങ്ങിയ വീടിൻ്റെതും അല്ലാതെ വാഹനത്തിൻ്റെതും അടക്കം ഞാൻ EMI അടയ്ക്കുന്നുണ്ടായിരുന്നു പാസ്റ്റർ. ഞാൻ ഇറങ്ങാൻ നേരം ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നു. നിനക്കൊന്നിനും മുട്ടുണ്ടാകയില്ല എന്നൊരു വാഗ്ദത്തം ദൈവം എനിക്ക് തന്നു. അത് വിശ്വസിച്ചുകൊണ്ട് നാട്ടിലേക്ക് കടന്നു വന്നു. ഞാൻ ആദ്യം ജോലി ചെയ്യുന്നത് ഏതാണ്ട് 18,000 രൂപ ശമ്പളമുള്ള ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഞാൻ ഏതാണ്ട് 80,000 രൂപ വരെ ശമ്പളം മേടിക്കുന്ന നിലയിൽ നാട്ടിൽ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ ജനറൽ മാനേജർ എന്ന് പറയുന്ന പൊസിഷനിൽ വരെ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. അപ്പോ എനിക്ക് ഒന്നിനും മുട്ടു വന്നിട്ടില്ല. ഗൾഫിൽ നിന്നപ്പോൾ ഞാൻ തീർക്കാതിരുന്ന എന്റെ വീടിന്റെ ലോൺ എനിക്ക് നാട്ടിൽ വന്നപ്പോൾ തീർക്കാൻ ദൈവം ഇടയാക്കി. അതിനു വേണ്ട ഫണ്ടിനെ ദൈവം എനിക്ക് തന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിനൊട്ടും കുറവ് വന്നില്ല പാസ്റ്ററെ. അങ്ങനെ അങ്ങനെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, നമ്മളെ ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരു ഫയറും തീയും ഒന്നും നാട്ടിൽ നമുക്ക് കിട്ടില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും എന്റെ കൈവിട്ടു പോകുന്നത് പോലെ എനിക്ക് തോന്നി. കാര്യം ജോലിയും വീടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നും ഞാൻ മുടക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എന്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഞാനും വൈഫും മാത്രമേ ഉള്ളെങ്കിലും ഞങ്ങൾ ആ മധ്യസ്ഥ പ്രാർത്ഥന കറക്റ്റായിട്ട് കൊണ്ടുപോകാറ് തിങ്കളാഴ്ച ദിവസങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. കാര്യം അതിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും ഞങ്ങൾ ഒരിക്കലും 99.9 എന്ന് പറയത്തില്ല, 100% ആ വിഷയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ദൈവം മറുപടി തരുന്നുണ്ടായിരുന്നു. നടക്കും എന്ന് ഞാൻ പറയുന്നില്ല, ദൈവം അതിന് മറുപടി തരുന്നുണ്ടായിരുന്നു. അപ്പൊ ദൈവം ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് വീണ്ടും ഇടപെട്ട് ഞങ്ങളോട് പറഞ്ഞു, ആ മധ്യസ്ഥ പ്രാർത്ഥന അനേകരുടെ വിടുതല, അത് നിർത്തരുത് എന്ന് എന്നോട് ഒരു ഉടമ്പടി വെപ്പിച്ചു. അന്ന് തൊട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തപ്പോഴും കോട്ടയത്ത് വർക്ക് ചെയ്തപ്പോഴും ഞാൻ ഈ മധ്യസ്ഥ പ്രാർത്ഥന തുടർന്നുകൊണ്ടേ ഇരുന്നു. അതിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുവാനും കാണുവാനും എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും ദൈവം ഇടയാക്കി. അങ്ങനെ ആ കൂട്ടായ്മ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ വൈഫ് ജയമോള് OET വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും. OET ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു, അവൾക്ക് കിട്ടുന്നില്ല. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം പാസ്റ്റർ. ഞാൻ ഈ പറഞ്ഞത് ഈ എന്റെ നിയോഗം മാത്രമല്ല ഈ അയർലൻഡിലെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്റെ ഭാര്യയോട് അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പാസ്റ്റർ തലേ കൈവച്ചിട്ട് ദൂത് പറഞ്ഞു, നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി, നീ ഒരു ദ്വീപില് കുടുംബമായി സുവിശേഷ വേലയിൽ ആയിരിക്കേണ്ടതാണ് എന്നാണ് നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്ന് അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറഞ്ഞതാ. ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അയർലൻഡ് ഒരു ദ്വീപാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുവരെ ഞങ്ങൾ അയർലൻഡ് ഒരു യൂറോപ്യൻ കൺട്രി, ഇവിടേക്ക് വരുമ്പോഴല്ല, ഇവിടേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴാണ് അയർലൻഡ് ഒരു ദ്വീപാണെന്ന് മനസ്സിലാകുന്നത്. അന്നു മുതലേ അപ്പൊ ഞാൻ ആലോചിക്കും, ദൈവത്തിന്റെ പദ്ധതി യൂറോപ്പിന്റെ ഉണർവിന് വേണ്ടി ഞങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതി തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ജയമോൾ ഒരു 3-4 വട്ടം OET എഴുതി. പക്ഷെ 2-3 വട്ടം എഴുതി അവൾക്ക് 1-2 സ്കോറിന് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു, എന്നാൽ ഈ പരിപാടി അങ്ങ് നിർത്തിയേക്കാം. OET എന്ന് പറയുന്ന കാര്യം ഒരു മാസം ഏതാണ്ട് 40,000 രൂപ 45,000 രൂപ OETക്ക് വേണ്ടി കൊടുത്തിട്ടാണ് OET എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു OET എന്ന് പറയുന്ന പ്രോഗ്രാം നിർത്താം. അന്നൊരു ഞായറാഴ്ച ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അടൂര് ഉമ്മച്ചൻ പാസ്റ്ററിന്റെ അടുത്താണ് കൂട്ടായ്മയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞായറാഴ്ച ദിവസങ്ങൾ കോട്ടയത്തുനിന്ന് വണ്ടി ഓടിച്ച് അടൂര് പോകും എല്ലാ ഞായറാഴ്ചയും. അപ്പൊ അന്ന് ഒരു വൈഫ് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഇന്ന് കൂട്ടായ്മയ്ക്ക് പോവാം, ഇന്ന് കൂട്ടായ്മയ്ക്ക് പോയിട്ട് നമുക്ക് തീരുമാനിക്കാം നിർത്തണോ വേണ്ടയോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ച് അടൂരേക്ക് പോകുന്ന വഴി ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു, ദൈവമേ, ഇന്ന് ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ OET വീണ്ടും കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തും, ഞങ്ങളുടെ പണമില്ല അധികം ചെലവാക്കാൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തോട് നമ്മൾ പറഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നുള്ളതാ. ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയി അവിടെ കൂട്ടായ്മയ്ക്ക് ചെന്നപ്പോ പ്രിയ ഉമ്മച്ചൻ പാസ്റ്റർ അന്ന് പ്രസംഗിച്ച പ്രസംഗ ഭാഗം ഇതാ. മോശ ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ വേണ്ടി ഫറവോന്റെ അടുത്ത് പോകുന്ന ഭാഗമാണ് ഉമ്മച്ചൻ പാസ്റ്റർ പ്രസംഗിച്ചത്. ഉമ്മച്ചൻ പാസ്റ്റർക്ക് അറിയത്തില്ല ഞങ്ങൾ എന്താ ചിന്തിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ചു വരുന്നത്. ഉമ്മച്ചൻ പാസ്റ്റർ പ്രസംഗിച്ചു തുടങ്ങി. മോശ ആദ്യം ഒരു വട്ടം പോയി ഫറവോനോട്, ദൈവാലോചന പ്രകാരം പോയതാ, ഫറവോനോട് ജനത്തെ വിട്ടയക്കണമെന്ന് പറയുന്നു, ജനത്തെ വിട്ടയക്കുന്നില്ല.
അത്ഭുതങ്ങൾ കാണിക്കുന്നു, ജനത്തെ വിട്ടയക്കുന്നില്ല. രണ്ടാമത് വീണ്ടും ഫറവോനോട് പറയുന്നു, നീ വീണ്ടും ചെല്ലുക, ഫറവോനോട് ജനത്തെ വിട്ടയക്കാൻ പറയുക. ഫറവോൻ വിട്ടയക്കുന്നില്ല. മൂന്നാമതും ചെല്ലുന്നു, ദൈവാലോചന പ്രകാരം ചെല്ലുന്നു, പരാജയപ്പെടുന്നു, വിട്ടയക്കുന്നില്ല, മടങ്ങിപ്പോരുന്നു. എന്നിട്ട് പാസ്റ്റർ ഞങ്ങളെ നോക്കി ഒരു ചോദ്യം ചോദിച്ചു, ഇനി 100ാമത്തെ വട്ടമാ മോശയോട് ഫറവോന്റെ അടുത്ത് പോകാൻ പറയുന്നതെങ്കിലും ഫറവോൻ പോകില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാനും എന്റെ വൈഫും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി. അന്ന് കൂട്ടായ്മ ഞങ്ങൾ തീരുമാനം എടുത്തു, ദൈവമേ, ഇനി 100ാമത്തെ വട്ടമാണ് OET എഴുതാൻ ദൈവം പറയുന്നെങ്കിലും ഞങ്ങൾ പോകും, ഞങ്ങൾ എഴുതും എന്നൊരു തീരുമാനം എടുത്തു. ആ പ്രാവശ്യം അവൾക്ക് OET പാസ്സാകാൻ തക്കൊണ്ട് ഇടയായി. അപ്പൊ അത്ര വലിയ ഒരു ദൈവിക നടത്തിപ്പിലൂടെ കടന്നു പോകാൻ ദൈവം ഇടയാക്കി. അങ്ങനെ OET-യിൽ അവൾ കിട്ടി. എവിടേക്ക് കടന്നു വരണം, എങ്ങനെ കടന്നു വരണം എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് ആദ്യം അവൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന റാഠോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അത് ഡുലീക്ക് എന്ന് പറയുന്ന നഴ്സിംഗ് ഹോമിലേക്കാ അവളുടെ അപ്പോയിന്റ്മെന്റ് മാറിപ്പോയി എന്നറിയുന്നത്. അപ്പോഴേ ദൈവത്തിന്റെ പദ്ധതികൾ ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാനിങ്ങനെ ഡുലീക്ക് എന്ന് പറയുന്ന നഴ്സിംഗ് ഹോമിനെ കുറിച്ച് നോക്കി. ഡുലീക്ക് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, വലിയൊരു ദൈവനിയോഗമുള്ള സ്ഥലമാണ് ഡുലീക്ക് എന്ന് എനിക്ക് മനസ്സിലായി. ഡുലീക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഹിസ്റ്ററി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ AD 6ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട, AD 3ാം നൂറ്റാണ്ടില ക്രിസ്ത്യാനിറ്റി വ്യാപിക്കുന്നത്. AD 6ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട ഒരു പള്ളിയുടെ അവശിഷ്ടം ഡുലീക്കിലുണ്ട്. അത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു പള്ളിയാ. അതിന്റെ ചരിത്രത്തിന്റെ പുറകെ ഞാൻ പോയി. ഇന്ന് അതൊരു ഹോട്ടലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സെന്റ് പാട്രിക് എന്ന് പറയുന്ന മിഷണറി കടന്നു വരികയും ആദ്യമായി സുവിശേഷം അറിയിച്ചു തുടങ്ങുകയും അവിടെ ഒരു ചർച്ച് സ്ഥാപിക്കുകയും ചെയ്തു. അതായത് അയർലൻഡിലെ ആദ്യത്തെ സുവിശേഷവേല തുടങ്ങിയ സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ടെത്തിച്ചു വീണ്ടും ഒരു ഉണർവിന് വേണ്ടിയിട്ട്. ആ ഡുലീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അന്നൊന്നും എന്റെ മനസ്സിൽ അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങണം എന്നുള്ള പ്ലാൻ ഒന്നുമില്ല. എന്റെ വൈഫ് കടന്നു വന്നു, ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു വന്നു. ഞങ്ങളെ ഡുലീക്ക് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഡുലീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിൽ ഷെയറിങ്ങിലാണ്. ഇവിടെ വീട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അയർലൻഡിലും ഭയങ്കര ഷോർട്ടേജ് ആണ് വീടുകൾക്ക്. അപ്പൊ ഞങ്ങൾ ഒരു ഫാമിലിയുടെ കൂടെ ഷെയറിങ്ങിലാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 സഹോദരിമാർ എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടായ്മയിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് പറയുകയും അവിടെ അത് തുടങ്ങണമെന്നൊരു ആത്മാവിൽ ഒരു എന്താ പറയുന്ന ഒരു ബോധം വരികയും ഞാനും ജയമോളും കൂടെ, ഞാനും എന്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി. ഞങ്ങൾ ഷെയറിങ്ങിലായിരുന്നു. ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരങ്ങളിൽ ഒരു 7 മണിയാകുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ എന്നോട് 2 സഹോദരിമാർ, ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 സഹോദരിമാർ എന്നോട് പറഞ്ഞു, ഞങ്ങളും കൂടെ ആ കൂട്ടായ്മയ്ക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെൽക്കം, നിങ്ങൾക്കും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ആ കൂട്ടായ്മയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ഈ ഡുലീക്കില് 2ആയി 4ആയി 6ആയി ആളുകൾ ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ ഷെയറിങ്ങിലായിരുന്നുകൊണ്ട് ആ കൂട്ടായ്മ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, വെളിയിലൊക്കെ ഇവിടെ അയർലൻഡിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടിയും ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പബ്ലിക് മീറ്റിംഗ് ഒന്നും നമുക്ക് വീടുകളിൽ വെച്ച് നടത്താൻ പറ്റില്ല. അവർ ഗാഡയിൽ വല്ലതും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പ്രശ്നമായിട്ട് മാറും. ആളുകൾ കൂടി വരുന്നത് കൊണ്ട് വീടുകളിൽ കൂട്ടായ്മ നടത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ദിവസം വിഷമത്തോടെ ഞാൻ എന്റെ കൂട്ടായ്മയിൽ കൂടി വന്ന സഹോദരന്മാരോടും പറഞ്ഞു, നമുക്കിനി ഈ കൂട്ടായ്മ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാര്യം ആൾ കൂടി വരുന്നു. അത് മാത്രമല്ല, അപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാവും. നെയ്ബേഴ്സ് ആയിട്ടുള്ള എല്ലാം ഐരിഷുകാരാ താമസിക്കുന്നതല്ല, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് ഒരു മൺഡേയിൽ ഞാൻ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തു. അങ്ങനെ വീട്ടിലെ കൂട്ടായ്മ ആ തിങ്കളാഴ്ച ഞാൻ അവസാനിപ്പിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാര്യം ഒരു കൂട്ടായ്മ, ദൈവം പറഞ്ഞിട്ട് തുടങ്ങിയ കൂട്ടായ്മ, ദൈവമേ അത് നിർത്തുവാൻ തക്കോണം ദൈവമേ ഇടയാക്കിയല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടിരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു വേണ്ടി കൂട്ടി യോജിപ്പിക്കപ്പെട്ട ആൾ ഞാൻ മാത്രമല്ല. പലരെയും ദൈവം പല സ്ഥലങ്ങളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ കണ്ട് തിരഞ്ഞെടുത്ത് ഇതിനു വേണ്ടി ഈ സ്ഥലത്ത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. വർഷങ്ങളായിട്ടുള്ള ദൈവത്തിന്റെ പ്ലാൻ ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ സമയങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ. അങ്ങനെ ഇരിക്കുമ്പോൾ അടൂരുള്ള എന്റെ അനിയന്റെ കൂടെ പഠിച്ച ജോബിൻ എന്ന് പറയുന്ന എന്റെ സഹോദരനുണ്ട്. സഹോദരൻ ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നേരത്തെ എന്റെ വീട്ടിൽ വന്നിട്ടുള്ള ആള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ ഫാദറിലോ വന്നിട്ടുണ്ട്, അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, സമയമുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഞായറാഴ്ചയോ ഒരു ശനിയാഴ്ചയോ കണ്ട ഒരു സമയമാണെന്ന് തോന്നുന്നു. ശനിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കൂട്ടായ്മ നിർത്തിയതിന്റെ പിറ്റേ ശനിയാഴ്ച. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാദറിലോ എന്ന് പറയുന്നത് നമ്മുടെ കുമ്പനാട് ബൈബിൾ കോളേജിലെ പ്രൊഫസർ ആയിട്ടുള്ള പാസ്റ്റർ ഇമ്മാനുവൽ.
ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും ദൈവസ്നേഹത്തിൽ ഓർക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഞാനും അദ്ദേഹം തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്നെ കാണണമെന്ന് ദൈവാത്മാവിൽ ഒരു തോന്നൽ വന്നു. അദ്ദേഹം അയർലൻഡിൽ വിസിറ്റ് വന്ന മോളുടെ അടുത്ത് വിസിറ്റ് വന്ന പെട്ടെന്ന് കാണണമെന്ന് ഒരു തോന്നൽ വന്നു. ആ തോന്നലില് ജോബിനും പാസ്റ്റർ ഇമ്മാനുവലും കൂടെ ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഇവരുടെ കൂടെ മറ്റൊരു വ്യക്തിയും കൂടെ കടന്നു വന്നു. ജോബിന്റെ ഒരു പൊതു ഫ്രണ്ട്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. 3 പേര് എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് ഞങ്ങള് ഫ്രണ്ട്ലി ടോക്കൊക്കെ നടത്തി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോബിൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ചാച്ചാൻ ഒരു മൺഡേ പ്രയർ ഉണ്ടായിരുന്നല്ലോ, ആ പ്രയർ ഇപ്പം എങ്ങനെയുണ്ട്, എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ജോബിനെ സോറി, ആ മൺഡേ പ്രയർ കഴിഞ്ഞ ആഴ്ച നിർത്തേണ്ടി വന്നു. കാര്യം ഇവിടെ വീടുകളിൽ ഇങ്ങനെ കൂട്ടായ്മ നടത്തുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് നിർത്തേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട ഉടനെ ഇമ്മാനുവൽ പാസ്റ്റർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കൂട്ടായ്മ നിർത്താൻ പറ്റില്ല, കൂട്ടായ്മകൾ ഒരിക്കലും നിർത്താൻ പറ്റില്ല, അത് കണ്ടിന്യൂ ചെയ്യണം. പുള്ളി എന്താ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞെന്ന്, പുള്ളി വളരെ വികാരഭരിതനായിട്ടാ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി ഒരു പാസ്റ്റർ ആയതുകൊണ്ട് അതിന്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞായിരിക്കും. ഞാൻ പാസ്റ്ററോട്, പാസ്റ്റർ എനിക്ക് നിവൃത്തിയില്ല ഇത് കണ്ടിന്യൂ ചെയ്യാൻ, ഈ കൂട്ടായ്മ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ വീടൊന്നുമില്ല, ഇവിടെ വീട്ടിൽ നടത്താൻ പറ്റില്ല, ഹാൾ എടുക്കണമെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ ഒക്കെ വേണം, ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഒന്നുമില്ല ഇവിടെ ഹാൾ എടുക്കാൻ. അത് മാത്രമല്ല ഇവിടെ അടുത്തെങ്കിലും ഹാള് കിട്ടാനും ഇല്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞ് ഹാള് കിട്ടാനില്ല? ഞങ്ങൾ ഇപ്പൊ വന്നപ്പോ ഒരു ഹാള് കണ്ടല്ലോ. അതായത് ഇവരെ നേരത്തെ ജോബിന് എന്റെ വീട്ടിലേക്ക് നേരത്തെ വന്നിട്ടുള്ളതാ. പക്ഷെ അന്ന് അവർ എയർ കോഡ് ഇട്ട് പോയിട്ടും ഇവരുടെ വണ്ടി നേരെ, ആ എയർ കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോഡുണ്ട്, ആ കോഡ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ വന്നെത്തും, ഗൂഗിൾ മാപ്പിലൂടെ കൊണ്ട് എത്തിച്ചു. അപ്പൊ എയർ കോഡ് ഇട്ട് വന്നു കഴിഞ്ഞാൽ വഴി ഒരിക്കലും തെറ്റത്തില്ല, 100% നമ്മൾ എത്തേണ്ടത് എവിടാണോ അവിടെ എത്തും. അപ്പൊ ആ എയർ കോഡ് ഇട്ട് വന്നിട്ടും ഇവരുടെ വണ്ടിയെ വഴി തെറ്റിച്ച് എന്റെ വീടിന്റെ, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ എസ്റ്റേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട്, ഇവർ നേരെ വഴി തെറ്റി അങ്ങോട്ട് കയറിയിട്ട് അവിടെ നിന്നാണ് ഇവർ തിരിച്ചു വരുന്നത്. അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വഴി തെറ്റി ഒരു കമ്മ്യൂണിറ്റി സെന്ററിന്റെ ഫ്രണ്ടിലോട്ടാണല്ലോ പോയത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അവിടെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഹാളോ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, പറ്റില്ല, നമുക്ക് ഇപ്പൊ തന്നെ പോകണം, കൂട്ടായ്മകൾ നിർത്താൻ പറ്റില്ല, നമ്മൾ ഇപ്പൊ തന്നെ പോയി ആ ഹോള് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞു, കിട്ടാൻ സാധ്യത വളരെ കുറവാണ്, രജിസ്ട്രേഷൻ ഇല്ല, നമുക്ക് ഒരുമിച്ച് പോകാൻ അദ്ദേഹം വളരെ വാശി പിടിച്ചു. അദ്ദേഹത്തിന്റെ ഒരു വാശിയും ഇതിന്റെ പുറകിലുണ്ട് കേട്ടോ. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ കൂടെ വന്ന 3-ാമത്തെ വ്യക്തിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു കണ്ണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞതുപോലെ ഈ 3-ാമത്തെ വ്യക്തി ഡ്രോഗഡയിൽ ഒരു കൂട്ടായ്മ, ഒരു ശുശ്രൂഷ തുടങ്ങാൻ വേണ്ടി 40 ദിവസമായി ഉപവസിച്ചുകൊണ്ടിരുന്ന 40-ാമത്തെ ദിവസമാണ് എന്റെ വീട്ടിൽ കടന്നു വരുന്നത്. 3-ാമത്തെ വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാം. 40 ദിവസം അദ്ദേഹം ഉപവസിച്ചുകൊണ്ടിരിക്കുക, ഡ്രോഗഡ ഡുലീക്കില് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ തുടങ്ങണമെന്ന്. എന്താണ് എന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഉപവസിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇടപെട്ടു. അന്യഭാഷയിൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനിടയിൽ ഒരാൾ പ്രവചിച്ചു പറഞ്ഞു, നമ്മളിപ്പോ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു കറുത്ത മനുഷ്യൻ ഇറങ്ങി വരികയും ആ മനുഷ്യൻ നമ്മളെ സഹായിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ അറിയിക്കുന്നു. ഞാൻ ഇങ്ങനെയുള്ള പ്രവചന ശുശ്രൂഷയൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്ന കൂട്ടത്തിലായിരുന്നില്ല. എന്നാലും ഇമ്മാനുവൽ പാസ്റ്റർ പറഞ്ഞതിന്റെ ബലത്തിൽ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് ഡുലീക്ക് കമ്മ്യൂണിറ്റി സെന്ററിന്റെ ഫ്രണ്ടിലേക്ക്, എന്റെ വീടിൽ നിന്നൊരു 100 മീറ്ററേ ഉള്ളൂ, ഡുലീക്ക് കമ്മ്യൂണിറ്റി സെന്ററിന്റെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് 4 പേരും കൂടെ കടന്നു ചെന്നിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ആ കമ്മ്യൂണിറ്റി സെന്റർ മൊത്തം തുറന്നിട്ടേക്ക്, ഓപ്പൺ ആയിട്ടിരിക്കാം. ഞാൻ എന്റെ കാൽ ഡുലീക്ക് കമ്മ്യൂണിറ്റി സെന്ററിന്റെ ഫ്രണ്ടിലെ വാതിലിലേക്ക് വെച്ചതും, ഞാൻ ഷൂ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്, കരണ്ട് അടിക്കുന്നത് പോലെ എന്റെ കാലിനെ പുറകോട്ട് അടിച്ച് തെറിപ്പിക്കുന്ന ഒരു ശക്തി എനിക്ക് കാലിനെ ഫീൽ ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു വന്നു, ഞാൻ ഇമ്മാനുവൽ പാസ്റ്ററോടാണ്, പാസ്റ്ററെ എന്റെ കാലെ കരണ്ട് അടിക്കുന്നത് പോലെ, എനിക്ക് കാല അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, കാലെ കരണ്ട് അടിക്കുന്നത് പോലെ ഒരു ഫീല് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് കടന്നു പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ, പാസ്റ്റർ താഴെ കാറിലിരുന്നു, ഞങ്ങൾ 3 പേരും കൂടെ അവിടെ കടന്നു ചെന്ന എല്ലാ മുറികളിലും കയറി നോക്കി. ഒരു ഈച്ചയെ പോലും, കറുത്ത മനുഷ്യൻ പോയിട്ട് ഒരു ഈച്ചയെ പോലും ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് മീറ്റിംഗ് റൂം 2 എന്ന് പറയുന്ന മീറ്റിംഗ് റൂമിന്റെ അവിടെ നിന്നപ്പോ ഞങ്ങൾക്ക് ഒരു ആത്മസാന്നിധ്യം അവിടെ തോന്നി. ഞങ്ങൾ തിരിച്ചിറങ്ങാം, ഈ റൂം ഓക്കെ, നമുക്ക് മെയിൽ അയക്കാം അല്ലെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ കൂടെ നിന്ന് ഒരാളൂടെ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ ജോബിനെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ആ റൂമിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴും അന്ന് വരെ ഇല്ലാത്ത അസാധാരണമായ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ 3 പേരുടെ ഇടയിലേക്ക് ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു അരമണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രാർത്ഥന നിർത്തി ഇറങ്ങാൻ നേരം ജോബിൻ എന്നോട് പറഞ്ഞാ ടോയ്ലറ്റ് ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിന്റെ അടുത്തേക്ക് ചെന്നു. ടോയ്ലറ്റ് എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഡോറിൽ. ആ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ ഡോർ തുറന്നപ്പം നല്ല പാട്ടും നല്ല കയ്യടിയൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. നല്ലൊരു സ്വരം, ആരാധനയുടെ ഒരു സ്വരം ഡോർ തുറന്നപ്പോൾ പെട്ടെന്ന് തിരിച്ചു വന്നു. കാര്യം സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് പുറത്തേക്ക് സൗണ്ട് വരാതിരുന്ന. അപ്പൊ ഞങ്ങൾ ആ ബാത്റൂമിന്റെ ഡോർ തുറന്ന് അടുത്ത ഡോർ തുറന്ന് അകത്ത് ചെന്നപ്പം അവിടെ കുറച്ച് ഐറിഷുകാരും കുറച്ച് ആഫ്രിക്കൻ നാഷണാലിറ്റീസും ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്നിട്ട്. പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ആഫ്രിക്കൻ പാസ്റ്റർ ഇറങ്ങി വന്നു. പാസ്റ്റർ ആണെന്ന് പിന്നെ ഞാൻ അറിയുന്നത്. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് എനിക്ക് കൈ തന്നിട്ട് പറയാം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ദൈവാത്മാവ് എന്നോട് പറയുന്നു നിങ്ങൾക്ക് എന്തോ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് കടന്നു വന്നിരിക്കുന്നതെന്ന്. എന്റെ കയ്യും കാലും പറയ്ക്കാൻ തുടങ്ങി പാസ്റ്ററെ. ഞാൻ കേട്ടത് അതേപോലെ അരമണിക്കൂറിനുള്ളിൽ എന്റെ കൺമുമ്പിൽ ഞാൻ കാണുക. ഞങ്ങൾക്ക് 3 പേർക്കും സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോയി. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ സാം എന്ന. ഇപ്പോഴും അവിടെ കൂട്ടായ്മ നടത്തുന്നുണ്ട്. ആഫ്രിക്കൻ ഐറിഷ് ചർച്ചിന്റെ പാസ്റ്ററാണ് അദ്ദേഹം. അദ്ദേഹം വന്നിട്ട് ഞങ്ങളുടെ ആവശ്യം പറഞ്ഞു. ഇതേപോലെ ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്, ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരാ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എന്താ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഒരു പെൺകുട്ടിയുടെ നമ്പർ തന്നു, ആ പെൺകുട്ടിയെ വിളിച്ചാൽ മതി, അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞു രജിസ്ട്രേഷൻ ഇല്ല. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് എങ്ങനെ ഫോർവേഡ് ചെയ്യാൻ പറ്റും ഇതൊന്നും? കാര്യം ഇവിടെ പബ്ലിക് ലൈബിലിറ്റി ഇൻഷുറൻസ് എടുക്കണം. ഇത് ഏതാണ്ട് ഒരു 6 ബില്യൺ യൂറോ വരുന്ന പ്രോപ്പർട്ടിയാ ഈ ഡുലി കമ്മ്യൂണിറ്റി സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. ഞങ്ങളെ സംബന്ധിച്ച് രജിസ്ട്രേഷനും ഇൻഷുറൻസും ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു 5-6 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ എന്തായാലും കമ്മ്യൂണിറ്റി, ഇത് ഗവൺമെന്റിന്റെയാണ്, ഇവിടുത്തെ ഗവൺമെന്റിന്റെയാ. അപ്പൊ കൗൺസിലുള്ളവരുമായിട്ട് സംസാരിക്കാം, അവർ ഓക്കെ ആണെങ്കിൽ നിങ്ങളൊരു മെയിൽ അയക്ക്, കൗൺസിലുള്ളവരുമായിട്ട് സംസാരിക്കാം, അവർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അതിലെല്ലാം അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഇടപെട്ടു. ഞങ്ങൾ കൗൺസിൽ മീറ്റിങ്ങിന് കടന്നു ചെന്ന സമയത്ത് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അവസാനം പറഞ്ഞ വാക്ക്, ഒലിവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ചെയർമാൻ എന്നോട് പറഞ്ഞ വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ആരോ എന്നോട് പറയുന്നു, നിങ്ങൾക്ക് തരണമെന്ന് എന്നെ പറയുന്ന ആരോ പറയുന്നു. അതുകൊണ്ട് ഇതുവരെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്കും ഞങ്ങൾ ഈ ഹോള് കൊടുത്തിട്ടില്ല. എന്റെ റിസ്കിൽ, ഞങ്ങൾ 3 പേരാ മീറ്റിങ്ങിന് പോയത്, എന്റെ റിസ്കിൽ നിങ്ങൾക്ക് ആ ഹോള് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇയർലി കോൺട്രാക്റ്റില് ആ ഹോള് ഞങ്ങൾക്ക് കിട്ടുവാൻ തക്കൊണ്ട് ഇടയായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥന തുടങ്ങി പാസ്റ്റർ. പ്രാർത്ഥന തുടങ്ങി. അസാധാരണമായ ദൈവ സാന്നിധ്യവും ദൈവിക ഇടപെടലും അവിടെ കടന്നു വരുന്നവർക്ക് മാത്രമല്ല, പ്രസംഗിക്കാൻ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ പോലും സാക്ഷ്യം പറയുന്നത് അസാധാരണമായ ദൈവ സാന്നിധ്യം ആ ഹോളിൽ ഇറങ്ങുന്നുണ്ടെന്ന. ഡുലീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം കാണുന്നു എന്ന് അവിടെ വെളിയിൽ നിന്ന് പ്രസംഗിക്കാമെന്ന് അനേകര് പറഞ്ഞു. അങ്ങനെ അവിടെ കൂട്ടായ്മ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങൾക്കും അവിടെ വിടുതലാണ്. ഒരാളുടെ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്നവരുടെയോ ഒരു കഴിവ് കൊണ്ടല്ല, മറിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ പിറ്റേ ആഴ്ച സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ദൈവാത്മാവ് ഇറങ്ങി വലിയ അത്ഭുത പ്രവർത്തികളെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഒരു വ്യാഴാഴ്ച മീറ്റിംഗ് ആയിട്ട് മാത്രം തുടർന്ന് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഞായറാഴ്ച മീറ്റിംഗ് തുടങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഞായറാഴ്ച മീറ്റിംഗ് തുടങ്ങണമെങ്കിൽ ഞാനൊരു പാസ്റ്റർ ആകണമല്ലോ, ബിക്കോസ് ഞാനൊരു പാസ്റ്റർ അല്ല, അതുകൊണ്ട് എനിക്ക് ഞായറാഴ്ച മീറ്റിംഗ് തുടങ്ങാൻ പറ്റില്ല എന്ന്. ദൈവാത്മാവ് വീണ്ടും എന്നോട് സംസാരിച്ചു, ഞായറാഴ്ച മീറ്റിംഗ് തുടങ്ങണം. എന്റെ കൂടെ ഉണ്ടായിരുന്ന അനേകരിലൂടെ പറഞ്ഞു ഞായറാഴ്ച മീറ്റിംഗ് തുടങ്ങണം. എന്നൊക്കെ ഞാൻ പറഞ്ഞു സാധ്യമല്ല, കാര്യം ഞാനൊരു പാസ്റ്റർ അല്ല, പാസ്റ്റർ ആകാനുള്ള യോഗ്യതയും എനിക്കില്ല. കാര്യം അല്ലെങ്കിൽ ഒരു പാസ്റ്ററിനെ ഞാൻ ദൈവത്തോടൊരു ഒരു നിബന്ധന വെച്ച, ദൈവമേ നല്ലൊരു പാസ്റ്ററിനെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഞായറാഴ്ച ആരാധന തുടങ്ങാം, അതിനുവേണ്ടി നീ ഒരുക്കി തരണം. അപ്പോഴെല്ലാം ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ മേളാ നിയോഗം കിടക്കുന്നത്. പലരിലൂടെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്റെ മേളാ നിയോഗം കിടക്കുന്നു. ഞാൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. വീണ്ടും വ്യാഴാഴ്ച മീറ്റിംഗ് ആയിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കൂടെ വരുന്നവരൊക്കെ പല സ്ഥലങ്ങളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് പരിചയമില്ലാത്ത ഒരാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു വട്ടം അദ്ദേഹമായിട്ട് പരിചയമുള്ളൂ, കണ്ടിട്ടുള്ളൂ. അപ്പം പരിചയമില്ലാത്ത 1-2 പേരെ ഫോണിലൂടെ കണക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഞായറാഴ്ച ഒരു കൂട്ടായ്മ വേണം ബ്രദറെ, പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞായറാഴ്ച കൂട്ടായ്മയ്ക്ക് ഇവിടെ ഡ്രോഗയുടെ ഒരു ചർച്ചുണ്ട്, ലോക്കൽ ചർച്ചുണ്ട്, നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പോവാം. ഞായറാഴ്ച കൂട്ടായ്മ 4 മണി തൊട്ട് അവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെല്ലാവുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, അതല്ല, ഞങ്ങൾ ഉപവാസത്തിലാണ്, രാവിലെ 10 മണി മുതൽ ഞങ്ങൾ ഉപവാസത്തിലാണ്, ഞങ്ങൾക്ക് ഒരു 12 മണി മുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനുള്ള സൗകര്യം നിലവിലില്ല, ഞാൻ ഉപവാസത്തിലാണ്,
ഞാനെങ്ങും പോകുന്നില്ല, നിങ്ങൾ വരികയാണെങ്കിൽ വീട്ടിൽ വരികയാണെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഓക്കെ, ഞങ്ങൾ അഗ്രീഡ്, സമ്മതിച്ചു. ഞങ്ങൾ രാവിലെ 12 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വരാം, ഞങ്ങളൊന്ന് പിക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ കൂടെ വരുന്നതില് ഒരു 3-4 പേര് സ്ത്രീകളാണ്. അപ്പൊ എന്റെ വൈഫിന് എന്തോ ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ എന്റെ കൂടെ വരുന്ന എന്റെ സഹോദരങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ 3-4 പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ വരികയാണെങ്കിൽ സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു. കാര്യം അല്ലെങ്കിൽ അത് ശരിയാകത്തില്ലല്ലോ എന്ന് എന്റെ മനസ്സ് പറഞ്ഞതുകൊണ്ട് എല്ലാവരെയും കൂടെ വിളിച്ചു ഞാൻ. അപ്പൊ എന്റെ കൂടെ എനിക്ക് തോന്നുന്നു കുവൈറ്റിലുണ്ടായിരുന്ന ഒരു ഷീജ ചേച്ചി, അറിയായിരിക്കും ഒരു പക്ഷേ പാസ്റ്റർ അറിയായിരിക്കും, കുവൈറ്റിലുണ്ടായിരുന്ന ബിജി പാസ്റ്ററിന്റെ വൈഫ് ഷീജ ചേച്ചി ഉണ്ട്. ഷീജ ചേച്ചി ഇപ്പൊ അയർലൻഡിലുണ്ട്. അപ്പൊ ഷീജ ചേച്ചി ഞാൻ വിളിച്ചു പറഞ്ഞു, ഷീജ ചേച്ചി എന്റെ കൂടെ കൂട്ടായ്മയ്ക്ക് കടന്നു വരാം എന്ന് പറഞ്ഞു. അതുകൂടാതെ എന്റെ കൂടെയുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട്, അവരെല്ലാം കടന്നു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇവർ കടന്നു വരുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു ഞായറാഴ്ച വീട്ടിൽ കൂടാം എന്നുള്ളൊരു തീരുമാനത്തില് ഞങ്ങൾ വീട്ടിൽ കൂടാൻ വേണ്ടി 1 മണി ആയപ്പോഴത്തേക്ക് എല്ലാവരും കടന്നു പോകുന്നു. പാസ്റ്റർ, ഞാൻ 10 മണി തൊട്ട് എന്നെ വിളിച്ച ആളിനെ ഞാൻ വിളിക്കുക, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ലേഡീസിനെ വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല. അവർ 12 മണിയാകുമ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിൽ വരുമെന്നാ പറഞ്ഞു. ബാക്കി എല്ലാവരും വന്നു പാസ്റ്ററെ, ഈ വരാമെന്ന് പറഞ്ഞവർ ഫോൺ എടുക്കുന്നതേ ഇല്ല, അവർ വരുന്നതുമില്ല. ഞങ്ങൾ 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, 1:30 ആയി, 2 മണിയായി. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവസാനം ഷീജ ചേച്ചി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാവുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എന്റെ വീട്ടില് റോക്കടയിലുള്ള വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു അവിടെ. ഉച്ചയ്ക്ക് തുടങ്ങിയ മീറ്റിംഗ് ഏതാണ്ട് 6:30 വൈകുന്നേരം 6:30 ആയപ്പോഴാണ് മീറ്റിംഗ് അവസാനിക്കുന്നത്. അത്രയും വലിയൊരു ദൈവാത്മ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ കൂടുള്ള എല്ലാവരും പറഞ്ഞു, നമുക്ക് ഈ ദൈവ സാന്നിധ്യം വിട്ടുകളയരുത്, നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകണം, എല്ലാ ആഴ്ചയിലും നമ്മൾ കൂടി വരണം എന്നൊരു തീരുമാനം ആ മീറ്റിംഗിൽ ഉരുത്തിരിയാനിടയായി. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനി ഞാൻ പുറമോട്ട് നിൽക്കത്തില്ല, ദൈവത്തിന്റെ ഹിതം ഇതാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തൊട്ട് വീട്ടില് ജോബിന്റെ വീട്ടിലും എന്റെ വീട്ടിലുമായിട്ട് മാറി മാറി ഞായറാഴ്ച കൂട്ടായ്മകൾ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചർച്ചക്കോട് ജോസഫ് ഫാസ്റ്റർ, ചർച്ചക്കോടിന്റെ അസിസ്റ്റന്റ് ഓവർസിയർ ജോസഫ് ഫാസ്റ്റർ അയർലൻഡിലുള്ള, അദ്ദേഹവുമായി പരിചയപ്പെടുവാനിടയായി. നല്ലൊരു ദൈവദാസൻ. അദ്ദേഹം പറഞ്ഞു, നമുക്കെന്ന ചർച്ചക്കോടുമായിട്ട് ചേർന്ന് പോകുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചു. അതിനുശേഷം ഞങ്ങൾ ചർച്ചക്കോട് എന്ന് പറയുന്ന സഭയുമായി ചേർന്ന് ഇന്ന് അയർലൻഡിൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ശുശ്രൂഷയുമായിട്ട് മുമ്പോട്ട് കടന്നു പോകുന്നു. ദൈവം വലിയ അത്ഭുതങ്ങളെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പാസ്റ്ററെ, ഇതൊരു കണ്ണിയുടെ ഭാഗമായിട്ട് ഞാൻ വന്നു ചേർന്നതാ. എന്നെ പോലെ തന്നെ പറയാൻ ജോബിന് സാക്ഷ്യം ഉണ്ടാകും, കൂടെ വന്ന മറ്റാൾക്ക് സാക്ഷ്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസവും ഇവിടെ വന്നു ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതേപോലെ സാക്ഷ്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം പ്രിയ അയർലൻഡിന്റെ ഉണർവ് യൂറോപ്യൻ യൂണിയനിൽ ഒരു പുതിയ ഉണർവിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൈത്താങ് കൊടുക്കാൻ വേണ്ട ഞങ്ങളെ പോലെ ചിലരെ ദൈവം വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് പ്രിയ US-ൽ നിന്ന് പ്രിയ സാറാ കോവൂർ ആന്റി ഇവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പാസ്റ്ററിന് നല്ല പരിചയം ഉണ്ടാവും സാറാ കോവൂർ ആന്റിയുമായിട്ട്. അപ്പൊ ആന്റി ഞാൻ തമ്മിൽ നേരിട്ട്, എനിക്ക് ഈ പെന്തിക്കോസ്ത് കോളത്തിലുള്ള ആരുമായിട്ടും ഒരു പരിചയവും ഇല്ല. കാര്യം ഞാൻ എന്റെ തലമുറ, എന്റെ കുടുംബം എടുത്തു കഴിഞ്ഞാൽ, എന്റെ അപ്പന്റെ കുടുംബം എടുത്താലും അമ്മയുടെ കുടുംബം എടുത്താലും ആരും അതിനകത്തുള്ളൊരു ശുശ്രൂഷകന്മാരില്ല. ഞാൻ കടന്നു വന്ന സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണെങ്കിലും അവിടെയും വലിയ ശുശ്രൂഷകന്മാരായിട്ടൊന്നും എനിക്ക് പരിചയമില്ല. പക്ഷെ ഈ കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയപ്പോൾ ദൈവം അവിടുന്നും ഇവിടുന്നും പലരെയും കണക്ട് ചെയ്ത് എന്റെ അടുത്ത് കൊണ്ടുവന്നു. സാറാ കോവൂർ ആന്റി കഴിഞ്ഞ ദിവസം ഇവിടെ കടന്നു വന്നു, എന്നെ വിളിച്ചു. എനിക്ക് പേഴ്സണലി പരിചയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ഇവിടെ വെച്ച്, ഷീജ ചേച്ചി ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തു. രാത്രിയിൽ പുള്ളിക്കാരി വന്നത് 50 മണിക്കൂർ യൂറോപ്യൻ യൂണിയന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. 2-3 ആന്റിമാരും ഉണ്ടായിരുന്നു. അസാധാരണമായ ദൈവസാന്നിധ്യം ഇറങ്ങി അവിടെ. അന്ന് പ്രവചനത്തിൽ ഒരുപാട് ദൂതുകൾ ഇറങ്ങി വന്നു. യൂറോപ്പിന്റെ ഉണർവിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുമെന്ന് ഈ കാലങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക മാസ്റ്ററെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുമായിട്ട് അയർലൻഡിൽ കുറച്ചു കാലമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ എളിയ സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. എളിയ സാക്ഷ്യം, ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. യെശയ്യാവ് 44 അവസാനത്തെ ആ വാക്യത്തിൽ പറയുന്നത് പോലെ, കോരസ് എൻ്റെ ഇടയൻ, അല്ലേ? അപ്പം ദേശത്തിൻ്റെ ആലയം അവൻ പണിയും എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് സ്തോത്രം. അത് അക്ഷരം പ്രതി ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നിവർത്തിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, കോവൂരാൻറ്റി നമ്മുടെ കഴിഞ്ഞ നമ്മുടെ വിമൻ ഫോർ ജീസസിൻ്റെ 200ാമത്തെ എപ്പിസോഡിന് നമുക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. ആ ഓൺലൈൻ മീറ്റിങ്ങിന് അസാധാരണ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു.
എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഇങ്ങനെ ഒരു സാക്ഷ്യ സെഷന് ഉള്ളതിലൊക്കെ അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് ആ ഒരു മീറ്റിങ്ങിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. ദൈവം എന്നോടും സംസാരിച്ചൊരു മീറ്റിംഗ്, കാരണം അത് ആഗസ്റ്റ് മാസത്തിൻ്റെ 21-ാം തീയതിയായിരുന്നു, ആഗസ്റ്റ് 21 കഴിഞ്ഞ മാസം. അപ്പോൾ അതിൻ്റെ തലയാഴ്ച ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ് ഉപവസിക്കാൻ. അപ്പോൾ ഞാൻ ഓർത്തു, സാധാരണ പെന്തക്കോസ്തുകാർ 40 ദിവസമൊക്കെ ഉപവസിക്കുന്നു, അതിൽ കൂടുതൽ ഉപവസിക്കുന്നത് ശരിയാണോ? അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടു യൂട്യൂബിൻ്റെ അകത്ത്. പഴയകാല പെന്തക്കോസ്ത് പ്രവാചകനാകുന്ന വാര്യാപുരം യോനാച്ചാനെ കുറിച്ച്. അദ്ദേഹവും മറ്റൊരു ദൈവദാസനോട് കൂടിയിരുന്ന് കണ്ടിന്യൂസ് 67 ദിവസം ഉപവസിച്ചു. 67ാമത്തെ ദിവസം അസാധാരണ ദൈവശക്തി തൻ്റെ മേൽ ഇറങ്ങി വന്ന് തന്നെ പ്രവചിക്കാൻ തുടങ്ങി. വാര്യാപുരം യോനാച്ചാൻ കേരള പെന്റിക്കോസ്റ്റൽ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനാണ്. ആ കാറ്റഗറിയിൽ ഉപയോഗിക്കപ്പെട്ടവർ ഇന്ന് കുറവാണ്. വാര്യാപുരം യോനാച്ചാനുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ കഴിയുന്ന പ്രവാചകന്മാർ ഇന്നില്ല. കാരണം ഇന്നും അദ്ദേഹം മരിച്ചിട്ട് തന്നെ ഒരു 30 വർഷമാകുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആളുകൾ പറഞ്ഞു യോനാച്ചാൻ അന്ന് പറഞ്ഞ പ്രവചനം നിവൃത്തിയായെന്ന്. ശക്തമായ ഒരു പ്രവാചകനാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം എന്റെ മേലുള്ള വിളിയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഉറപ്പ് വന്നിരിക്കുന്നത്, ഞാൻ എപ്പോഴും അതിനു മുമ്പ് പാസ്റ്റർ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ പരിചയം ഈ ബന്ധുക്കോസ് കോളത്തിൽ ആരുമായിട്ടും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ അത്ര പരിചയമുള്ള ആളുമല്ല. അപ്പം എന്നോട് ലിസ ആന്റി അല്ലെങ്കിൽ എനിക്ക് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴും ഇത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലോ മെനഞ്ഞാന്ന് രാത്രിയിലോ പാസ്റ്റർ രണ്ടാമത് നമ്മൾ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആണ് എന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ അത്രയും ഒന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ തക്കവണ്ണമുള്ള അറിവോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശുശ്രൂഷയൊന്നും ഉള്ള ആളല്ല. ഞാൻ അങ്ങനെ ശുശ്രൂഷിച്ചിട്ടുള്ള ആളല്ല. ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഒരു സ്റ്റേജുകൾ പോലും ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ഞാൻ വലിയ സ്റ്റേജിൽ ശുശ്രൂഷിച്ചിരിക്കുന്നത് പ്രിയ ഷാജൻ പാസ്റ്ററിന്റെ കോട്ടയത്തെ കഞ്ഞിക്കുഴി ചർച്ചിൽ ഒരു വട്ടം മാത്രമാണ് ഏറ്റവും വലിയൊരു സ്റ്റേജിൽ ഞാൻ ശുശ്രൂഷിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഒരു സ്റ്റേജുകളിലും ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ല. എങ്കിലും എന്നെ വിളിക്കാൻ തക്കവണ്ണമുള്ള ദൈവാത്മാവ്, ഇത് ഞാൻ പറഞ്ഞ പാസ്റ്ററും ഇതിന്റെ ഒരു കണ്ണിയായിട്ട് മാറി എന്നുള്ളതാണ്. ഈ ഡുലി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന റിവൈവലിന്റെ ഒരു കണ്ണിയായി മാറി എന്നുള്ളതാണ്. അപ്പോ എന്നെ വിളിക്കാൻ മാത്രമേ, അത്രയും ഒന്നും പരിചയമില്ല എനിക്ക്. ഈ പെന്റിക്കോസ്റ്റ് കോളത്തിൽ എന്നെ ആർക്കും പരിചയമില്ല. ഒരു സ്റ്റേജുകളിൽ പോലും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് മറ്റേ സബ്ജക്റ്റ് വിടാതെ തന്നെ പറയാം. നമ്മുടെ ചാനലിൽ ഓരോ എപ്പിസോഡും ഞാനും എൻ്റെ വൈഫും ഒത്തിരി പ്രാർത്ഥിച്ചാണ് ആളുകളെ വിളിക്കുന്നത്. ആരെ കർത്താവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ മാത്രം മതി. നമ്മളല്ലാതെ വളരെ ശ്രദ്ധിച്ചത്, വളരെ മിറക്കിൾസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ദൈവിക ഗൈഡൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഓരോ പ്രാവശ്യം വരുന്ന ടെസ്റ്റിമണീസ് തമ്മിൽ വലിയ ബന്ധം കാണും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ വീക്കിൽ നടക്കുന്ന 2 ടെസ്റ്റിമണി ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നി. ഇന്നലെ വന്ന ടെസ്റ്റിമണി, കഴിഞ്ഞ വീക്കിലെ കാര്യം പറഞ്ഞ്, ആ ടെസ്റ്റിമണി ഒരു ദിവസം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നൊരു സഹോദരിയുടെ ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ വ്യാഴാഴ്ച വരുന്ന ടെസ്റ്റിമണി സെയിം ടെസ്റ്റിമണി. അപ്പം ഞങ്ങൾ ഇതെങ്ങനെ ഇങ്ങനെ ഒന്നിച്ചു വരുന്നത്? അപ്പം ഇതിനകത്തൊരു മഹത്വം ഉണ്ട്, അതാ ഞാൻ പറയാൻ വരുന്നത് കേട്ടോ. അയർലൻഡിലെ ആദ്യത്തെ ചർച്ച തുടങ്ങിയ സ്ഥലത്ത്, എനിക്ക് അവിടുത്തെ പേരുകൾ ഫെമിലിയർ അല്ല, അവിടെ നിങ്ങളെ ഒരു കോരസന്റെ ഇടയൻ എൻ്റെ ആലയം പണിയെന്ന് പറഞ്ഞ് കർത്താവ് അയച്ചെങ്കിൽ, പ്രവചനത്താൽ തന്നെ അതിന് ഗൈഡൻസ് നൽകിയെങ്കിൽ, അടുത്ത വീക്കിൽ നമുക്ക് വരുന്ന ഇതിൻ്റെ നെക്സ്റ്റ് ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ ആദ്യത്തെ ചർച്ച തുടങ്ങിയ ദേവദാസന്റെ ടെസ്റ്റിമണിയാണ്. അപ്പൊ അത് യാദൃശ്ചികമല്ല, കോയിൻസിഡൻസ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ടെസ്റ്റിമണി തുടങ്ങിയപ്പോൾ തന്നെ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇതിനകത്തോട് യൂറോപ്പിനോട്, ഇതിനകത്തോട് പ്രവാസികളോട് ദൈവത്തിന് കൊടുക്കാനുള്ള സന്ദേശമുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, സൗദി അറേബ്യയിൽ കർത്താവിൽ നിന്നൊക്കെ വഴിയൊന്ന് മാറിപ്പോകാൻ ശ്രമിച്ച കർത്താവിൻ്റെ ദാസൻ ഷോബിൻ്റെ അടുക്കലേക്ക് അലക്സച്ചാൻ ചെന്ന് ഒരു ഹഗ് കൊടുത്തതുപോലെ യൂറോപ്പിൻ്റെ പല സ്ഥലങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ, കാനഡയിൽ, അമേരിക്കയിലൊക്കെ കേരളത്തിൽ നിന്ന് ഇപ്പം മൈഗ്രേഷൻ്റെ ഒരു വലിയ വേവ് അല്ലേ, ആ തിരയിൽ പെട്ട് കയറിപ്പോയ കുറേ പേരുണ്ട്. അവരിൽ ആരൊക്കെയോ ഇങ്ങനെ ഓടി മാറി പോകുന്നു. അവരൊക്കെ ഹഗ് ചെയ്യാൻ കർത്താനദാസൻ ഷോബിനെ പോലുള്ളവർ അവിടെ ഉണ്ട്. നിങ്ങളങ്ങനെ ഓടിപ്പോകരുത്. നിങ്ങളെ ദൈവം ആ ദേശത്തേക്ക് കൊണ്ടുചെന്നത് വിത്ത് എ പർപ്പസ്. അല്ലാതെ ദൈവത്തിന് നിങ്ങൾ യൂറോപ്പിൽ പോയി അവിടെ വീട് വാങ്ങിച്ച് പണക്കാരായിട്ട് ദൈവത്തിന് എന്നാ കിട്ടാനാ? ഇല്ല. നമ്മുടെ ചിന്ത, നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്തിനാ അനുഗ്രഹിക്കുന്നത്? വിത്ത് എ പർപ്പസ്. ദൈവം ഒരു പർപ്പസ് ഇല്ല, അതൊന്നും ചെയ്യത്തില്ല.
വിത്ത് എ ആമേൻ. പർപ്പസ്. ആമേൻ. ദൈവം നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയെങ്കിൽ ഞാൻ ഈ ദിവസങ്ങളൊക്കെ പല മീറ്റിങ്ങിൽ, പ്രത്യേകിച്ചും യു കെ നിന്നും പിന്നെ യൂറോപ്പിൽ നിന്നൊക്കെ സാക്ഷ്യങ്ങൾക്ക് വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, ദൈവം നിങ്ങളെ ഒരു പർപ്പസോടു കൂടിയാണ് അയച്ചിരിക്കുന്നത്. ആ ദേശത്തെ അടഞ്ഞ പള്ളികൾ തുറക്കണം. എനിക്കറിയാവുന്ന പാസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ അടഞ്ഞ പള്ളികളെ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുന്ന പാസ്റ്റേഴ്സിനെ എനിക്കറിയാം, ഇംഗ്ലണ്ടിലും ആമേൻ. ഒക്കെയുള്ള ആമേൻ. ദേവദാസന്മാരെ ആമേൻ. എനിക്കറിയാം. ആമേൻ. ഒത്തിരി ചെറുപ്പക്കാർ അത്ഭുതകരമായിട്ട് ഹല്ലേലൂയ. നമുക്ക് സാക്ഷ്യത്തിന് ആമേൻ. വന്ന് ബെൽജിയത്തിൽ ആദ്യത്തെ ചർച്ച തുടങ്ങിയ ടിങ്കു നമുക്ക് സാക്ഷ്യത്തിന് വന്നിരുന്നു. ബെൽജിയത്തിലെ ആമേൻ. ഫസ്റ്റ് ആമേൻ. ചർച്ച, അതൊക്കെ അമേസിങ് സ്റ്റോറിയാണ്. അതുപോലൊരു സ്റ്റോറിയാണ് നമ്മളിത് കേൾക്കുന്നത്. ഇതൊരു ചെറിയ സാക്ഷ്യമല്ല. ആമേൻ. See, ആമേൻ. 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 in that way you are making history. Yes, നമുക്ക് exactly. ഹിസ്റ്ററി വായിക്കാം, പക്ഷേ ഹിസ്റ്ററി എഴുതാം, അല്ലേ? ആമേൻ. ആമേൻ. യു ആർ ക്രിയേറ്റിംഗ് ഹിസ്റ്ററി. നിങ്ങൾ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് ഞാന് സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് പാസ്റ്റർ, അതും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. എന്റെ വളരെ പ്രധാനപ്പെട്ട എന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം കൂടെ. ഞാൻ സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് ഞാൻ വിവാഹമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എങ്ങനെയാ? ഞാനൊരു തണുത്ത ഇരുണ്ട അന്തരീക്ഷത്തിൽ ഒരു തടി പൊക്കിക്കൊണ്ട്, ഒരു തടി പണി നടക്കുന്ന സ്ഥലമാണ്, തടി പൊക്കിക്കൊണ്ട് ഞാനിങ്ങനെ യാത്ര, ഒരു ബ്ലാക്ക് കളർ ജാക്കറ്റ് വിട്ടിട്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സ്വപ്നം. ഏതാണ്ട് 2010 ഞാൻ ഗൾഫിൽ ചെന്ന് ദൈവത്തോട് അടുത്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടൊരു ദർശനമായി. അപ്പൊ ഞാൻ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഒരു തണുത്ത പ്രദേശത്ത് ഞാൻ ഒരു കറുത്ത കളർ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഒരു ഇരുണ്ട അന്തരീക്ഷത്തിലൂടെ നടന്നു പോകുന്നത്, ഒരു തടിയും പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് ഞാൻ പലരോടും പറഞ്ഞു. എന്റെ വീട്ടിലൊക്കെ പറഞ്ഞു. എല്ലാവരും എന്നെ കളിയാക്കി. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ കാനഡയിൽ വല്ലതും തടി മുറിക്കാൻ പോവായിരിക്കും, അതാ അങ്ങനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിൽ ഈ സ്വപ്നം ഇങ്ങനെ കിടന്നു പാസ്റ്റർ. ഇല്ല, ജോസഫിന്റെ മനസ്സിൽ ഈ സ്വപ്നം കിടന്ന് എൻകറേജ് ചെയ്തെന്ന് പറഞ്ഞതുപോലെ ഈ സ്വപ്നം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. എല്ലാ വർഷവും എല്ലാ സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് എന്റെ മനസ്സിൽ ഈ സ്വപ്നം ഇങ്ങനെ കടന്നു വരും. അപ്പോൾ ഞാൻ വിചാരിക്കും കേവലം സ്വപ്നമാണെന്ന് വിചാരിക്കും. ഞാൻ ഈ അയർലൻഡിൽ കടന്നു വന്നതിന് ശേഷം, അയർലൻഡിൽ കടന്നു വന്ന് ഞാൻ ആദ്യം ഒരു ജോലിക്ക് കയറുന്നത് മാൻലി കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ആദ്യം ജോലി കയറുന്നത്. അവിടെ ചെന്ന് കയറിയപ്പം അവരെന്നോട്, ഞാൻ എന്റെ ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ ഗൾഫിൽ സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സെയിൽസ് കോർഡിനേറ്ററിന്റെ ഒരു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ട് എനിക്ക് അപ്പോയിന്റ്മെന്റ് വന്നു. ഞാൻ അവിടെ കയറിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആദ്യത്തെ 6 മാസം നീ പ്രൊഡക്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാക്ടറിയിൽ നിൽക്കണം, ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്റ്റ് പഠിക്കണം, എന്നിട്ടേ നിനക്ക് സെയിൽസ് കോർഡിനേറ്റർ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. ആ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പാസ്റ്റിന് അറിയാം, വിദേശ രാജ്യങ്ങളിലെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ തടി കൊണ്ടാണ് വീട് പണിയുന്നത്. വീടിന്റെ ഭൂരിഭാഗവും തടിയായിരിക്കും, തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ തടിയുടെ ഫ്രെയിം പണിയുന്ന ഒരു കമ്പനിയാണ്. ഞാൻ ഈ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് വിചാരിച്ചപ്പോൾ ഗൾഫിലൊക്കെ കണ്ടതുപോലെ നോർമൽ ബിൽഡിംഗ് പണിയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ തടി കൊണ്ടുള്ള ഫ്രെയിം പണിയുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിയിൽ ഞാൻ ആദ്യമായി ജോലിക്ക് ചെന്നപ്പോൾ എന്നെ നേരെ ഫാക്ടറിയിലേക്ക് വിട്ടു. ഫാക്ടറി ചെന്ന് ഞാൻ പ്രോഡക്റ്റ് പഠിക്കാൻ ചെന്ന എന്നെ കൊണ്ട് അവർ ഏതാണ്ട് ഒരു ദിവസം 5 വീടിനുള്ള തടി മറ്റേ നമ്മുടെ നെയിൽ ബ്ലാസ്റ്റർ വെച്ച് അടുപ്പിച്ചു പ്രോഡക്റ്റ് പഠിക്കാം. അങ്ങനെ 10-15 ദിവസം ഇങ്ങനെ തന്നെ ഇത് തന്നെ പണി. സെയിൽസ് കോർഡിനേറ്ററിന്റെ പണി എനിക്ക് കിട്ടുന്നില്ല, മറിച്ച് അവിടുത്തെ ലേബർ പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്താ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ വരുന്നത്? അപ്പോഴൊന്നും തന്നെ സ്വപ്നം എന്റെ മനസ്സിൽ വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം, ഒരു 10-15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നീ അവിടെ കിടക്കുന്ന ഒരു തടി ഇങ്ങ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പുറത്ത് കിടക്കുന്ന കുറച്ച് ദൂരം മാറി ഒരു തടി കിടപ്പുണ്ട്, അത് ഇങ്ങ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ ഇറങ്ങി. അന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് ജാക്കറ്റാ. ഞാൻ നേരെ ഇറങ്ങി ആ തടി അവിടുന്ന് എടുത്തിട്ട് തിരിച്ചു. അപ്പം ഇവിടുത്തെ അന്തരീക്ഷം അറിയാമല്ലോ, അയർലൻഡിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂടി നിൽക്കുന്ന അന്തരീക്ഷം. സൂര്യപ്രകാശം കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു മാസങ്ങൾ കാത്തിരിക്കണം നമ്മൾ സൂര്യപ്രകാശം കാണണമെങ്കിൽ. അപ്പൊ അങ്ങനെ മൂടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഞാൻ തടി എടുത്തുകൊണ്ട് ഈ ബ്ലാക്ക് ജാക്കറ്റും ഇട്ടുകൊണ്ട് കടന്നു വന്നപ്പം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഈ സ്വപ്നം കടന്നു വന്നു. പെട്ടെന്ന് ദൈവസാന്നിധ്യം എന്റെ ശരീരത്തിലേക്ക് കടന്നു വന്നു. ഞാൻ അവിടെ മുട്ടുകുത്തിയിരുന്നു. ഈ തടി എന്റെ കയ്യിലുണ്ട്. ഞാൻ മുട്ടുകുത്തി അവിടെ ഇരുന്നു. ദൈവാത്മാവിനോട് ശക്തമായി അവിടെ വെച്ച് ആ ജോലി നടക്കുന്ന അന്ന് ഞാൻ കൂട്ടായ്മ തുടങ്ങിയിട്ടില്ല. കൂട്ടായ്മ തുടങ്ങുന്നതിന് മുമ്പാണ് ദൈവാത്മാവിനോട് ശക്തമായി ഇടപെട്ടു. നീ ഓർക്കുന്നുണ്ടോ ഈ സ്വപ്നം എന്ന് ചോദിച്ചു. എന്റെ ശരീരം തളരുന്ന പോലെ എനിക്ക് തോന്നി. എന്റെ സൂപ്പർവൈസർ എന്നോട് ഒന്ന് ചോദിച്ചു, ആർ യു സിക്ക്? ഞാൻ പറഞ്ഞു, നോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് സിക്കൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദൈവാത്മാവ് വർഷങ്ങൾക്ക് മുമ്പേ ദർശനത്തിലൂടെയും എന്നെ പല തരത്തിലൂടെ എന്നെ അറിയിച്ചു. ദൈവം ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു വേലയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പല സ്ഥലങ്ങളിലൂടെ എന്നെ അറിയിച്ചു എന്നുള്ളതൊരു സാക്ഷ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞെടുത്ത് ഒന്ന് കണക്ട് ചെയ്ത് പറയാം, പകുതി പറഞ്ഞു നിർത്തിയത്. അപ്പൊ 67 ദിവസം വാര്യപുരം യോനാച്ചാൻ ഉപവസിച്ചതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നമ്മുടെ കോവിരാൻറ്റി നമുക്ക് നമ്മുടെ സെഷന് വേണ്ടി, സാറ കോവിരാൻറ്റി നമ്മുടെ സെഷന് വേണ്ടി വരുന്നത്. എന്നിട്ട് ആൻറ്റി ആ ഒരു സെഷനിൽ പറഞ്ഞു,
നെഹമ്യാവ് 4 മാസം ഉപസിച്ച് വേർതിരിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ആമേൻ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ദൈവാത്മാവ് എന്നോട് പറയാം സെപ്റ്റംബർ 1 മുതൽ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കാൻ. ആമേൻ. അപ്പോൾ അന്ന് സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെ ഞങ്ങളുടെ ചർച്ച് 4 മാസം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമായത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം സടക്കോവിരാൻ്റെ അവിടെ വന്നെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു മീറ്റിങ്ങിന് ഭയങ്കര ദൈവസാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങളുടെ ചർച്ചിൽ ഇപ്പോൾ ഒരു റിവൈവൽ നടക്കുക. അറ്റ് പ്രസന്റ് ഞങ്ങളുടെ യൂത്തിൻ്റെ ഇടയിൽ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ മൂവ് നടക്കുന്നു. ഞങ്ങളുടെ യങ്സ്റ്റേഴ്സ് അഭിഷേകം പ്രാപിക്കുന്നു, അവർ പ്രവചിക്കുന്നു. ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഇല്ല കേട്ടോ, അവർ തന്നെ മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ ചർച്ചിലെ മൂത്ത കുഞ്ഞുങ്ങൾ ഇളയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നു, അവർ പരസ്പരം പ്രവചിക്കുന്നു. ഞാനൊക്കെ ചിലപ്പോൾ സൈഡിൽ മാറി നിന്ന് കാഴ്ചക്കാരനായിട്ട് നിൽക്കുകയാണ്. സോ തിങ്സ് ആർ ഹാപ്പനിങ് എല്ലാ ഭാഗത്തും. യൂറോപ്പിനൊക്കെ കർത്താവ് ഉണർത്തും. അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളെ അവിടേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതിൽ നമുക്ക് വീട് മേടിച്ച് നമുക്ക് സ്വത്തുണ്ടാക്കി നമ്മൾ ജീവിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ എന്താ ഗുണം? ദൈവം ഒരു പർപ്പസോടു കൂടിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് സത്യം അറിയാവുന്ന മലയാളികളെ വിട്ടത്. മലയാളിക്കുള്ള ഏറ്റവും വലിയ ഗുണം മലയാളിയുടെ വചനം, മലയാളത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനം വേറെ ഒരു മനുഷ്യനും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ചുരുക്കമാണ്. കാരണം നമ്മൾ ദൈവവചനത്തെ ഒത്തിരി സ്നേഹിക്കുന്നവരാ. ഷെയ്ൻ അമ്മയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ മാതാവ് സ്ട്രിക്റ്റ് ആണ്, പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചു. ചെറിയ പ്രായത്തിലെ നിങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിലെ പിതാവ് നഷ്ടപ്പെട്ടെങ്കിലും അമ്മയുടെ ആ ഗൈഡൻസും അല്ലേ, അമ്മ ചിറകിൻ്റെ മറവിൽ മറച്ചു വെച്ച് നിങ്ങളെ വളർത്തി, അതൊക്കെയാ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നത്. വൈഫിനെ കുറിച്ച് പറഞ്ഞു, കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ 2 പേര്. മൂത്ത ആള് നഥനേൽ 9 വയസ്സ്, ഇളയാള് ഏഞ്ചലിൻ 5 വയസ്സ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്നു. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഇപ്പൊ പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മളെ ദൈവം കണക്ട് ചെയ്തത് നമ്മൾ ഒരേ ചിന്താഗതിയിലും ഒരേ ആത്മാവിലും ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാം. ഞങ്ങളുടെ ചർച്ചിലും ഇതേപോലെയാ ശുശ്രൂഷകൾ ചെയ്യുന്നത് വിശ്വാസികളാ. ഇപ്പോ നമ്മളെ തമ്മിൽ കണക്ട് ചെയ്ത ലിസ ആന്റിക്ക് വർഷങ്ങളായിട്ട് ലിസ ആന്റി ഇൻഹൈലർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അലർജിക്കിന്റെ പ്രശ്നം വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 10, 20, 25 വർഷമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലിസ ആന്റി ഒരു ദിവസം വ്യാഴാഴ്ച ഞങ്ങളുടെ മധ്യസ്ഥ കൂട്ടായ്മ കടന്നു വന്നു. എന്റെ ചർച്ചിലുള്ള ഒരു പെൺകുട്ടി, ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു കൈവെക്കാൻ പറഞ്ഞു, കൈവച്ചു. പെൺകുട്ടിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പിന്നെ ഇന്നേ വരെ ലിസ ആന്റിക്ക് ഇൻഹേലർ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അലർജിക് പ്രോബ്ലം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ശുശ്രൂഷ ചെയ്യുന്നത് സഭയിലെ വിശ്വാസികളാ. പാസ്റ്റർമാരോ ഞങ്ങളുടെ ശുശ്രൂഷകന്മാരോ ആരോ അല്ല, ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളാ. അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗം വിട്ടുമാറും, അവർ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്തായി പോവും. അങ്ങനെ ശുശ്രൂഷകന്മാരെ, ഞങ്ങളുടെ ചർച്ചിനെ കുറിച്ച് ദൈവിക നിയോഗം വന്നിരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശുശ്രൂഷകന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി ആ ഡൊലി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ആ ചർച്ച് മാറുമെന്ന പ്രവാചകന്മാരുടെ ദൈവം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ദൈവം തന്ന ദൂതും അങ്ങനെയാ. ഈ യേശുവിനോട് നമ്മുടെ യേശുവിന്റെ അടുത്ത് വന്നിട്ട് യോഹന്നാന്റെ ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചു, നീ വരുവാനുള്ളവൻ നീ തന്നെയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണം? അപ്പൊ യേശു പറഞ്ഞ മറുപടിയാ ഞങ്ങളുടെ യഥാർത്ഥ എയിം എന്ന് പറയുന്നത്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിപ്പിൻ. അതായത് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ കേവലം വചനം മാത്രമാണ് എന്നല്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലം കൂടാ. വചനവും അത്ഭുതവും ഒരുമിച്ച് നടക്കുന്ന സ്ഥലമാ കർത്താവ് യേശുക്രിസ്തു കടന്നു വരുന്ന സ്ഥലം. അതാ ഞങ്ങളെ കുറിച്ച് ദൈവം തന്നിരിക്കുന്ന വിഷൻ എന്ന് പറയുന്നത്. യേശു കർത്താവ് അതാ പറഞ്ഞത്, തിരുവെഴുത്തും ദൈവശക്തിയും. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു. തിരുവെഴുത്ത് മാത്രമല്ല, മറുഭാഗത്ത് ദൈവശക്തി. രണ്ടും കൂടെ ഉള്ള സഭയാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു നല്ല ബാലൻസ്ഡ് ചർച്ച് എന്ന് പറയുന്നത്. ലിസിയാൻറ്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലിസിയാൻറ്റി ഇടയ്ക്കൊക്കെ എന്നോട് പറയും, പാസ്റ്ററെ അയർലൻഡിൽ നല്ല ദൈവിക വേല ആവശ്യമാണ്. എനിക്ക് പരിചയമുള്ള ഒത്തിരി ദൈവദാസന്മാർ ഇപ്പോൾ അയർലൻഡിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ റെനി ജോർജ് ഫാമിലി ചില മാസങ്ങളായിട്ട് അയർലൻഡിലുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ കണക്ട് ആകട്ടെ, നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം ശക്തമായ ഒരു ചലനം ആ ദേശത്ത് നൽകുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും പ്രവാസത്തിലായിരിക്കുന്ന, വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെയൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഒന്ന് കത്തട്ടെ, നിങ്ങളിലൊക്കെ വീണ ആ തീ അവരിലേക്കൊന്ന് പടരട്ടെ. അതിനുവേണ്ടി ഷെയ്ൻ പാസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ. കാരണവാനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ,
ദൈവമേ, ഞങ്ങൾ ഈ ഫോണിന്റെ 2 തലയ്ക്കലാണ് ഇരിക്കുന്നതെങ്കിലും ഞങ്ങളെ കാണുന്ന അനേകരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാസികളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ദൈവമേ, നിന്റെ പദ്ധതി പ്രകാരം ദൈവമേ, പലപ്പോഴും നിന്റെ പദ്ധതികളെ അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ തെറ്റിപ്പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചതുപോലെ തിരുവെഴുത്തുകളെ ദൈവശക്തിയും അറിയാതെ പോകുമ്പോൾ പലപ്പോഴും ഞങ്ങൾ തെറ്റിപ്പോകാറുണ്ട് നാഥാ. ദൈവമേ, ഞങ്ങൾ ഈ സമയം ഞങ്ങളുടെ പ്രവാസ സഹോദരങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യൂറോപ്യൻ യൂണിയനിലുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് കിടക്കുന്ന ദൈവത്തിന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടു വച്ചിരിക്കുന്ന സകലരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുക. ദൈവമേ, കടന്നു വരേണ്ട സമയങ്ങളിൽ ഒരുമിച്ച് യോജിച്ച്, ഓ കർത്താവേ, നിന്റെ സൃഷ്ടിയുടെ തുടക്കത്തിൽ സകലതും ഒരുമിച്ച് യോജിച്ചു വന്നതുപോലെ ദൈവമേ, ഈ സമയത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ള സകലരും ഒരു കണ്ണിയായി കടന്നു വന്ന് അവിടെയായി അത്ഭുതങ്ങൾ, ഓ ദൈവമേ, രോഗശാന്തികൾ, അതിലൊക്കെ അപ്പുറമായി മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ദൈവമേ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ വലിയ അഭിഷേകത്തിന്റെ നിറവിനെ നാഥാ നീ കൊടുക്കുന്നതിനാൽ സ്തോത്രം. വചനം പ്രസംഗിക്കപ്പെടണം കർത്താവേ. ലോകത്തിന്റെ നാനാവശങ്ങളിലും കർത്താവേ, ഈ ഇരുൾ മൂടിക്കിടക്കുന്ന യൂറോപ്യൻ മേഖലകളിലൊക്കെ ദൈവമേ വെളിച്ചമായി പ്രകാശിക്കേണ്ടതിന് ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ എഴുന്നേറ്റ് വരട്ടെ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ അവർക്ക് കോട്ടയായിരിക്കട്ടെ നാഥ. യൂറോപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ, അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ, ഓസ്ട്രേലിയ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ, ദൈവമേ കർത്താവേ, ദൈവമേ ഏഷ്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ, ആഫ്രിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ, എല്ലാ സ്ഥലങ്ങളിലും നാഥ ശുശ്രൂഷകന്മാർ, വിശ്വസ്തരായവർ കർത്താവേ, വിശ്വസ്തരായ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കേണ്ടതിന് നിന്റെ അഭിഷേകത്തെ പകരണമേ എന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകമായി പ്രിയ പാസ്റ്റർ ഫിന്നി പാസ്റ്ററിന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തന്റെ മകന്റെ വേലകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അനേകർക്ക് ആശ്വാസമായി, അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന ശുശ്രൂഷ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരേണ്ടതിന് പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. സകലതും കാൽവരി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച അരുമരക്ഷകന്റെ നാമത്തിൽ തന്നെ കൃപയോടെ കിട്ടുത്തരമരണം പരിശുദ്ധ പിതാവേ. ആമേൻ. 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 പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മളെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നുന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ഷോവിൻ പാസ്റ്റർമേൽ, തന്റെ കുടുംബത്തിന്മേൽ, തന്റെ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്ററെ, ഒത്തിരി നന്ദി. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് വേർതിരിച്ചതിൽ ദൈവം ശുശ്രൂഷയെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. യൂറോപ്പിന്റെ പല ഭാഗത്തേക്ക് നിങ്ങളിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവിക നിയോഗങ്ങളുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു. അവസരം തന്ന പാസ്റ്ററിനോടും കുടുംബത്തോടും ഈ പ്ലാറ്റ്ഫോമിനോടും ദൈവനാമത്തിലുള്ള സ്നേഹത്തെ ഈ സമയം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.